നമസ്തേ. പുത്തമ്പുല്ലിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് പതിവ് പോലെ സജീവമായ ഒരു വാർത്തയുടെ ദിവസത്തിലേക്ക് കടക്കാം. ഇന്ന് ഏറെ പ്രത്യേകതയുള്ളത് ഇത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ രഥോത്സവമാണ്. ഹൈന്ദവ വിശ്വാസികളായ ഏതൊരു ഭക്തനും ഒരു ദിവസം അങ്ങോട്ടേക്ക് ഓടിയെത്താൻ കൊതിക്കുന്നൊരിടമാണ് കൊല്ലൂർ മൂകാംബിക. കൊല്ലൂർ മൂകാംബിക രഥോത്സവത്തിൻ്റെ സജീവ വിശേഷങ്ങളുമായി ടീം ജനം കൊല്ലൂരിൽ റെഡിയാണ്. ഒപ്പം ഇന്ന് മറ്റൊരു പ്രത്യേകതയുള്ള ലോക ജലദിനമാണ്. ഇന്ന് കടുത്ത വരൾച്ച നേരിടുന്ന ഈ സമയത്ത് ഓരോ തുള്ളി ജലത്തിൻ്റെയും അമൂല്യം അത് ആ സന്ദേശം നൽകുന്നതാണ് ഇന്നത്തെ ജലദിനം. അത് ഓരോരുത്തരും ഓർക്കേണ്ടതാണ്. കാരണം വരൾച്ചയുടെ പരമതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേരളത്തിൻ്റെ പല മേഖലകളും. അപ്പോൾ ജലദിനത്തിൽ നാം ഓർക്കേണ്ടത് ഓരോ തുള്ളി ജലത്തിനും ജീവൻ്റെ വിലയുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളും സജീവമായ വാർത്തകളുമുള്ള ഒരു ദിവസത്തിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം നോക്കാം ഈ ദിവസത്തെ ഈ പുലർക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ. ഭക്തിയുടെ നിറവിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. മഹാരഥോത്സവം ഇന്ന്. രഥംവലിയുടെ മുഹൂർത്തം രാവിലെ 11:15 മുതൽ. ക്ഷേത്ര ദർശനത്തിനായി 10,000. തത്സമയ വിശേഷങ്ങളുമായി ടീം ജനം. ഇന്ന് ലോക ജലദിനം. കുടിവെള്ളത്തിനായി ദാഹിച്ച് പാലക്കാട് എലപ്പുള്ളി ഗ്രാമം. ടാങ്കർ ലോറി വെള്ളത്തെ കാത്ത് സ്ഥലവാസികൾ. ചെക്ക് ഡാം പൊട്ടിച്ചതിനെ പറ്റിയുള്ള അന്വേഷണം ജലരേഖ. മദ്യനിർമ്മാണ കമ്പനിയുമായി സർക്കാർ മുന്നോട്ട്. ആശമാരുടെയും അങ്കണവാടി ജീവനക്കാരുടെയും സമരത്തിൽ CPM പ്രാദേശിക ഘടകങ്ങൾക്ക് ആശങ്ക. സമരം നീളുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തൽ. ആശാസമരം 41-ാം ദിവസത്തിലേക്ക്. 3-ാം നാളിൽ നിരാഹാര സമരവുമായി നേതാക്കൾ. പാർലമെന്റ് ഭീകരാക്രമണ കേസ് പ്രതി അഫ്സൽ ഗുരുവിനെ ന്യായീകരിച്ചു വെൽഫെയർ പാർട്ടി. അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത് പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താനെന്ന ഫൗസി ആരിഫ്. ന്യായീകരണ പ്രസംഗം SDPI വടകരയിൽ നടത്തിയ പരിപാടി. മൈസൂരിലെ പരമ്പര വൈദ്യൻ ഷബാ ഷെരീഫിന്റെ കൊലപാതക കേസിൽ ശിക്ഷാവിധി ഇന്ന്. മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതി കുറ്റക്കാരെ കണ്ടെത്തിയത് 1-ാം പ്രതി ഷെബിൻ അഷ്റഫ്, 2-ാം പ്രതി ഷിഹാബുദ്ദീൻ, 6-ാം പ്രതി നിഷാദ് എന്നിവരെ. ശശി തരൂരുമായി ഇനി യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് KPCC നേതൃത്വം. നിലപാട് ഹൈക്കമാൻഡിനെ അറിയിക്കും. പ്രധാനമന്ത്രിയുടെ വിദേശ നയത്തെ പിന്തുണച്ച നിലപാടിൽ ഉറച്ചു തരൂർ. അനധികൃത കുടിയേറ്റക്കാർക്ക് അമേരിക്കയിൽ തുടരാനുള്ള അനുമതി നിഷേധിച്ചു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US തങ്ങുന്ന 5,30,000 പേർക്കുള്ള താൽക്കാലിക വിസ റദ്ദാക്കും. IPL 18-ാം സീസണിന് ഇന്ന് തുടക്കം. ആദ്യ മത്സരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിൽ. മത്സരം ഇന്ന് വൈകിട്ട് 7:30 ഈഡൻ ഗാർഡൻസിൽ. നമുക്ക് വാർത്തകളും വിശേഷങ്ങളുമൊക്കെ വിശദമായി തന്നെ നോക്കാം. നേരത്തെ തുടക്കത്തിൽ ആമുഖത്തിൽ പറഞ്ഞ പോലെ തന്നെ ഭക്തിയുടെ പാരമ്പര്യത്തിലാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. പ്രസിദ്ധമായ രഥോത്സവത്തിന് മൂകാംബിക ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ 11:15 രഥംവലിയുടെ മുഹൂർത്തം. 11:15 ചടങ്ങുകൾ ആരംഭിക്കും. വൈകിട്ട് 5 മണിയോടുകൂടിയാണ് രഥം ക്ഷേത്രവീതിയിലേക്ക് ഭക്തരും ഒപ്പം ക്ഷേത്രത്തിൻ്റെ പരമ്പരാഗതമായ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ആളുകളുമൊക്കെ ചേർന്ന് വലിച്ചു പുറത്തേക്ക് കൊണ്ടുവന്ന് എഴുന്നള്ളത്ത് നടക്കുക. അരുൺ കൊടുങ്ങൂര് വിവരങ്ങളുമായി ചേരുന്നുണ്ട് മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന്. അരുൺ കൊടുങ്ങൂരിനോടൊപ്പം ചില അതിഥികളുമൊക്കെ ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ, ഭക്തിയുടെ പാരമ്പര്യത്തിലാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. കൊല്ലൂരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഒന്ന് എടുത്തു പറഞ്ഞാൽ അത് രഥോത്സവമാണ്. ദേവി പുറത്തേക്ക് എഴുന്നള്ളുന്നത് കാണാൻ ആയിരക്കണക്കിന് ആളുകൾ അങ്ങനെ കാത്തിരിക്കണം. എന്തൊക്കെയാണ് കൊല്ലൂരിലെ വിശേഷങ്ങൾ അരുൺ?
തീർച്ചയായും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രമുള്ളത്. എന്തായാലും ഭക്തരെ കൊണ്ട് നിബിഡമാകുന്ന ആ ഒരു സമയത്തേക്ക് പോവുകയാണ്. 11:15 ഈ രഥം വലിയുടെ മുഹൂർത്തമുള്ളത്. ഈ ഒരു വർഷത്തെ കാത്തിരിപ്പിലാണ്, അമ്മയെ സ്നേഹിക്കുന്ന, അമ്മയെ വിശ്വസിക്കുന്ന ഭക്തരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പിനാണ് ഇന്ന് ഈ ഒരു നിമിഷം സാക്ഷിയാകാൻ പോകുന്നത്. എന്തായാലും പൂക്കളൊക്കെ കൊണ്ട് ക്ഷേത്രം ഒന്നാകെ അലങ്കരിച്ച് ഏറ്റവും വർണ്ണാഭമാകുന്ന രീതിയിൽ ഏറ്റവും ആഘോഷപൂർവ്വമായി തന്നെ ഈ ഒരു ദിവസം കൊണ്ടാടുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായി കരുതുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ, വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ഇവിടെ ഒരുക്കുകയും ചെയ്തിരുന്നത്. ഈ രഥത്തിലാണ് അമ്മ ഇന്ന് എഴുന്നള്ളുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രദേശം ഒന്നാകെ വലിയ തിരക്കിലേക്ക് നീങ്ങുന്ന ഒരു സമയം കൂടി. ഈ രഥത്തിൻ്റെ ചുവട്ടിൽ നിന്ന് നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു അതിഥി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ക്ഷേത്രത്തിലെ പ്രധാന അർച്ചകനായ, മുഖ്യ അർച്ചകനായ സുബ്രഹ്മണ്യ അടിക നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഏറ്റവും പുണ്യം നിറയുന്ന, ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ഭവ്യമായ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു സമയത്തേക്കാണ് പോകുന്നത്. എങ്ങനെയാണ് ഇന്നത്തെ ചടങ്ങ്? എങ്ങനെയാണ് ഇത്? ഇപ്പോൾ രാവിലെ ഉഷഫ് പൂജ കഴിഞ്ഞിട്ട് ഉഷഫ് പൂജയുടെ ശേഷം ഉച്ചപൂജ തുടങ്ങും. ഉച്ചപൂജയിൽ അമ്മയ്ക്ക് വിശേഷമായിട്ട് ശതരുദ്രാഭിഷേകം നടക്കും. ധാരയായിട്ട് ശതരുദ്രാഭിഷേകം നടക്കും. ആ സമയത്തിൽ നട അടച്ചിട്ടുണ്ടാവും. ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് ആണ് രഥോത്സവത്തിൻ്റെ ചടങ്ങ് തുടങ്ങുന്നത്. അപ്പോൾ അമ്മേനെ പുറത്ത് എഴുന്നേൽക്കും. വിശേഷമായിട്ട് ക്ഷിപ്രബലി ഉണ്ടാവും. ബലി ഉത്സവം കഴിഞ്ഞിട്ട്, ക്ഷിപ്രബലി കഴിഞ്ഞിട്ട് ദേവി രഥത്തോടു കൂടി എഴുന്നേൽക്കും. ആ സമയത്തിൽ ദേവിക്ക് സ്വർണവൃഷ്ടി ചെയ്യും. എന്നാൽ നാണികം വൃഷ്ടി ചെയ്യും. അതിൻ്റെ ശേഷം തേങ്ങ ഉടഞ്ഞിട്ട് ദേവിനെ എഴുന്നേൽക്കും. രഥസ്ഥം ശാങ്കരീം ദൃഷ്ട്വ പുനർജന്മന വിദ്യത്തെ എന്ന്. രഥസ്ഥയായ ദേവിനെ കണ്ടാൽ അവർക്ക് ജന്മ ഇല്ല എന്ന്, എന്നാൽ വർണ്ണ ജന്മ ഇല്ല എന്ന്, എന്നാൽ അത്ര പുണ്യപ്രദമാണ്. ജന്മജന്മാന്തര ദുരിതങ്ങളും എല്ലാം മാറിയിട്ട് ഒരു സൗഭാഗ്യം കൊടുക്കുന്ന ഒരു വിശേഷമായ സമയമാണ്. പൂർവ്വജന്മ പുണ്യമായി തന്നെയാണ് ഈ ഒരു നിമിഷത്തെ കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ രഥത്തിൽ നിന്നും വർഷിക്കുന്ന ആ നാണയത്തൊട്ടുകൾ അത് ലഭിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ അമൂല്യമായി ഈ തന്നെ കാണുന്ന ആ ഒരു നിധിയായി തന്നെയല്ലേ? തീർച്ചയായിട്ടും അതൊരു അമ്മയ്ക്ക് സമർപ്പിച്ചിട്ട് ഇറക്കുന്ന ഒരു ഇതാണ്. അതൊരു ഭാഗ്യമുള്ള ആൾക്ക് കിട്ടുമെന്ന് പറയുന്നത്. വിശേഷമായിട്ട് ഈ മീനമാസത്തിൽ വരുന്ന ഈ മൂല നക്ഷത്രത്തിൻ്റെ ദിവസം അമ്മയുടെ നാളാണ് മൂല നക്ഷത്രം. അപ്പോൾ ഈ മൂലം നാളിൽ ദേവിക്ക് വാർഷികമായിട്ട് ചെയ്യുന്ന ഈ രഥോത്സവം, എന്നാൽ ഈ മൂകാംബിക ക്ഷേത്രത്തിൽ എല്ലാ വിധമായ ഉത്സവമുണ്ട്. നിത്യോത്സവമുണ്ട്, വാരോത്സവമുണ്ട്, പക്ഷോത്സവമുണ്ട്, മാസോത്സവമുണ്ട്, ഷാൺമാസോത്സവമുണ്ട്, സാംവത്സരികോത്സവമുണ്ട്. സാംവത്സരിക എന്നാൽ വർഷം നടക്കുന്ന ഉത്സവം. അങ്ങനെ ഈ എല്ലാ ഉത്സവത്തിൻ്റെ ഒരു മുഖ്യമായ ഉത്സവം ഈ സാംവത്സരികോത്സവമാണ്. ഒരു വലിയൊരു തീർത്ഥാടകരുടെ ഒരു സഞ്ചയം തന്നെ. എന്തായാലും ഈ ഒരു സമയം, മുഹൂർത്ത സമയമാകുമ്പോഴത്തേനും വലിയൊരു തിരക്ക് തന്നെയല്ലേ പ്രതീക്ഷ? അതെ, വലിയ തിരക്കാവും. നാട്ടുകാരും പുറത്തുനിന്നും വല്ലവരും, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ വരും. ഈ ദേവിനെ ഇന്ന് കണ്ട് തൊഴുതാൽ വളരെ ഭാഗ്യം എന്ന് ഉള്ള ഒരു സങ്കല്പത്തോടു കൂടി എല്ലാവിധമായ എല്ലാ പ്രാന്ത്യത്തിലും ഭക്തർ ഇവിടെ വന്നിട്ട് ദേവിയുടെ ദർശനം ചെയ്യും. അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ ഇന്ന് വരാൻ കൊതിക്കുന്നുണ്ട്. പക്ഷേ പല സാഹചര്യങ്ങളിലേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്കുണ്ട്. അവർക്ക് വേണ്ടിയുള്ള എന്നാൽ ഇത് ഈ പരീക്ഷാ സമയമായത് കൊണ്ട് കുറച്ച് ആളുകൾക്ക് വരാൻ ചില പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഉള്ള ഈ ദൃശ്യമാധ്യമത്തിൽ നോക്കി ദേവിനെ അപ്പോൾ അവർ ഉള്ള സ്ഥലത്തിൽ തന്നെ ദേവിനെ ധ്യാനിക്കുക, ആ സമയത്തിൽ 11:15 രഥോത്സവം. ആ സമയത്തിൽ ദേവിയുടെ നാമം ജപിക്കുക, ഉള്ള സ്ഥലത്തിൽ തന്നെ ദേവിനെ പ്രാർത്ഥിച്ചാൽ ആ ഫലം കിട്ടും.
എല്ലാവരും പറയുന്നു അമ്മ വിളിച്ചാൽ മാത്രമേ ഈ മണ്ണിലേക്ക് വരുന്നു. ഈ മണ്ണിലേക്ക് വന്നവർക്കൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ, ഓരോ അനുഭവങ്ങൾ നമ്മൾ ഇന്നലെ ലൈവിലൊക്കെ ചോദിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ അനുഭവ കഥകൾ. അങ്ങനെയാണ് അമ്മ വിളിച്ചാൽ മാത്രമേ ഇവിടേക്ക് എത്താൻ. തീർച്ചയായിട്ടും അത് അമ്മയുടെ വിളിയില്ലെങ്കിലും വരാൻ സാധിക്കില്ല. എന്നാൽ ആ പുണ്യശേഷം ഉണ്ടെങ്കിലേ വരാൻ പറ്റൂല. എന്നാൽ ഇത് സിദ്ധിക്ഷേത്ര മൂകാംബിക എന്ന് പറയുന്നത് വേറെ ലോകത്തിൽ എവിടെയും ഇല്ലാത്ത ഒരു ക്ഷേത്രമാണ്. അതിന് സിദ്ധിക്ഷേത്ര എന്ന് പറയും. മിഥുനലിംഗമായിട്ട് ദേവി ഉദ്ഭവിച്ച ഒരു സ്ഥലം പ്രപഞ്ചത്തിൽ ഉള്ളത്. ദേവീ ദേവന്മാരെ കൂടി പൂജിക്കാൻ ഒരു അവസരം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലത്തിൽ ഈ ഒരു മഹാ ഉത്സവം നടക്കുന്നത്, അത് വന്നിട്ട് തൊഴുന്നത് തീർച്ചയായിട്ടും ഭാഗ്യം വേണം. ഇപ്പം രഥോത്സവത്തിന് ശേഷവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ, ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചടങ്ങ്, ആ കാര്യങ്ങൾ കൂടി ഒന്ന്. രഥോത്സവം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു ചെറിയ മുഹൂർത്തം ചെയ്യും. പിന്നെ ഈവനിങ് എന്നാൽ ഒരു 4:30-ക്ക് ഒരു രഥം എന്നാൽ ഒരു അന്ത്യ വരെ പോകും. എന്നാൽ ഇവിടെ ഇന്ന് ഒരു നമ്മളുടെ ഓലക മണ്ഡപം എന്നുണ്ട്. ഓലക മണ്ഡപത്തിൻ്റെ തൊട്ടടുത്ത് വരെ പോകും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് നാളെ ദേവിയുടെ ആറാട്ടാണ്. നാളെ രാത്രി ആറാട്ടാണ്. ആറാട്ട് കഴിഞ്ഞിട്ട് മറ്റന്നാളെ കൊടിയിറങ്ങും. ഈ തിരക്കുള്ള സമയത്ത് ഈ ചടങ്ങുകളെക്കുറിച്ചൊക്കെ വിശദമായി പ്രേക്ഷകരോട് പറഞ്ഞതിന് ഒരുപാട് നന്ദി. എന്തായാലും എല്ലാവിധ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. എന്തായാലും ഭക്തരെ കൊണ്ട് നിബിഡമാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ഇവിടെ നിന്നുമാണ് രഥത്തിൻ്റെ ഒരു മുഹൂർത്ത സമയത്തേക്ക് എത്തുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഉണ്ടാകും. എന്തായാലും അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ, തിരക്ക് നിയന്ത്രിക്കുന്നതിനടക്കമുള്ള കൃത്യമായ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിക്കൊണ്ട് ക്ഷേത്രം അധികൃതരും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുമെല്ലാം തന്നെ വിപുലമായ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കുക. എന്തായാലും എല്ലാവരും ആ ഒരു നിമിഷത്തിനായുള്ള ഒരു കാത്തിരിപ്പിലാണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ പൂർവ്വജന്മ സുഹൃതമാണ് ഇന്ന് ഈ നിമിഷം ഇവിടെ നിൽക്കാൻ കഴിയുക എന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമായി തന്നെ കണക്കാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഭക്തർ, മലയാളികളടക്കമുള്ള ഒരുപാട് ഭക്തർ ഈ ഒരു ദിവസത്തേക്ക്, ഈ ഒരു മണ്ണിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഉമേഷ്, അരുണ, നമ്മുടെ ക്യാമറാമാനോട് രഥത്തിൻ്റെ ദൃശ്യങ്ങളൊന്ന് കാണിക്കാൻ പറഞ്ഞാൽ, കാരണം നേരത്തെ സുബ്രഹ്മണ്യ അടികാജിയൊക്കെ പറഞ്ഞതുപോലെ അവിടേക്ക് എത്താൻ സാധിക്കാത്ത ഒരുപാട് ആളുകൾക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാൻ ഇപ്പോൾ ഇതൊക്കെ മാത്രമാണ്, മാധ്യമങ്ങൾ മാത്രമാണ് ഒരാശ്രയം. പ്രത്യേകിച്ച് എല്ലാ ചടങ്ങുകളും തത്സമയം എത്തിക്കുമെന്നൊരു ഉറപ്പ് നമ്മൾ പ്രേക്ഷകർക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അലങ്കരിച്ച രഥത്തെ 2-3 വർഷങ്ങൾക്ക് മുൻപാണ് എന്ന് തോന്നുന്നു പഴയ രഥം, 500-600 വർഷം പഴക്കമുള്ള പഴയ രഥം മാറി പുതിയ രഥം ദേവിക്ക് സമർപ്പിക്കപ്പെടുന്നത്. ആ പുതിയ രഥത്തിലെ 3ാമത്തെ മറ്റോ എഴുന്നള്ളത്താണ് ഇന്ന് നടക്കുന്നതെന്നാണ് ഓർമ്മ ശരിയാണെങ്കിൽ. അത്തരത്തിലാണ്. അപ്പോൾ രഥവും അതിൻ്റെ വിശേഷങ്ങളും ഒന്ന് കാണിച്ചാൽ അത് പ്രേക്ഷകർക്ക് കാണാൻ ഒരുപാട് താല്പര്യമുണ്ടാവും. തീർച്ചയായും ആ രഥത്തിന് തൊട്ട് താഴെയാണ് നമ്മൾ നിൽക്കുന്ന. ആ രഥത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. എന്തായാലും ഏറ്റവും വർണ്ണാഭമായി, ഏറ്റവും അലങ്കരിച്ചുകൊണ്ട് ഏറ്റവും ചാരുത നിറഞ്ഞ കൊത്തുപണികൾ നിറഞ്ഞ ഒന്നാണ് ഈ രഥം. ഈ രഥത്തിലാണ് അമ്മ ഏറി ഈ പ്രതിഷ്ഠം വെക്കുന്നത്. ഓലക മണ്ഡപം വരെയാണ് അമ്മ ഈ രഥത്തിലേറി പോകുന്നത്. എന്തായാലും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് ഇന്നത്തെ ഈ രഥോത്സവം. ദൃശ്യങ്ങളിൽ കാണാൻ എത്ര മനോഹരമായി കൊത്തിയെടുത്ത ഒരു രഥമാണ് ഇത്. ഉപേക്ഷ സൂചിപ്പിക്കുന്ന കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പുതിയ രഥം അമ്മയ്ക്ക് വേണ്ടി ഇവിടെ സമർപ്പിക്കപ്പെട്ടത്. ഇതിനുശേഷമുള്ള ഒരു ചടങ്ങ് കൂടിയാണിത്. എന്തായാലും പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് എത്രയൊക്കെ വർണ്ണാഭമാക്കാൻ പറ്റുമോ അത്രയൊക്കെ വർണ്ണാഭമാക്കിക്കൊണ്ട് ആ ഒരു രീതിയിലേക്കുള്ള ഒരു തയ്യാറെടുപ്പുകൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഈ താഴെ ഈ മനോഹരമായ കൊത്തുപണികൾ ആണെങ്കിൽ മുകളിലേക്ക് പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച് ഏറ്റവും മനോഹരമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ആ ഒരു രീതിയിലേക്ക് അലങ്കരിച്ചുകൊണ്ട് വരുന്നു. എന്തായാലും ഒരുപാട് ഭക്തരെ സംബന്ധിച്ചോളം നേരത്തെ അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കിയതുപോലെ ഏറ്റവും മനോഹരമായ, ഏറ്റവും ദിവ്യമായ, ഏറ്റവും ഭവ്യമായ ആ ഒരു സമയത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. മലയാളികളടക്കമുള്ള തീർത്ഥാടകരുടെ ഒരു വലിയ തിരക്ക് കൂടി ഉണ്ട്. എല്ലാ വർഷവും വരുന്നവരുണ്ട്, ആദ്യമായി എത്തുന്നവരുണ്ട്. എന്തായാലും അവരുടെ പ്രതികരണം കൂടി നമുക്ക് നോക്കാം. എല്ലാ വർഷവും വരാറുണ്ട്? എല്ലാ വർഷവും വരാറുണ്ട്. എങ്ങനെയാണ് ഒരു അനുഭവം? എങ്ങനെയാണ് അത്? ഭയങ്കര ഒരു അനുഭവമാണ്. നമ്മൾ
വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വരാൻ തോന്നും പെട്ടെന്ന്. ഈ ദിവസം അവിടെ ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അനുഭവമാണ്. അമ്മയുടെ അടുത്ത് എല്ലാ ആഴ്ചയും വരാറുണ്ട്. ഞാൻ ഇവിടെ എല്ലാ ആഴ്ചയും വരാൻ തുടങ്ങാൻ വെള്ളിയാഴ്ച വരാറുണ്ട്. കേരളത്തിൽ എങ്ങനെയാണ് എല്ലാ സമയത്തും വരാൻ സാധിക്കാറുണ്ട്. അമ്മ വിളിക്കുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് എത്താറുണ്ട്. ഞാൻ വരുന്നത് ഗുരുവായൂരിന്നാണ്. ഈ രഥോത്സവം കാണുക എന്നുള്ളത് ഏറ്റവും അത് അല്പസമയങ്ങൾക്കും അദ്ദേഹം പറഞ്ഞ പോലെ ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതത്തിലെ ഏറ്റവും പുണ്യമായ ഒരു കാര്യമായി തന്നെയല്ലേ കാണുന്നത്? അതെ, തീർച്ചയായിട്ടും. നമുക്ക് ഈ ഒരു അവസരത്തിൽ ഇവിടെ വന്ന് എത്താന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മഹത്തായ ഒരു കാര്യമല്ലേ. അതിൽ ദേവിനോട് ഭയങ്കര കടപ്പാടാണ് നമുക്ക്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഇവിടേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മൾ എന്തൊക്കെ ശ്രമിച്ചാലും അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടേക്ക് എത്തും. പക്ഷേ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഏറ്റവും പുണ്യമായിട്ടുള്ള ആ ഒരു സമയത്തേക്കുള്ള ഒരു കാത്തിരിപ്പിലാണ് ഈ ഭക്തജനങ്ങളെല്ലാം തന്നെ. എന്തായാലും ആ രഥം വലിയുടെ ആ മുഹൂർത്തത്തിലേക്ക് കടക്കുന്നു. ആ ഒരു മുഹൂർത്തത്തിലേക്കുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഭക്ത സഹസ്രങ്ങളൊക്കെ തന്നെ ഇവിടേക്ക് ഉള്ളത്. എന്തായാലും ആ ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഇങ്ങനെ തീർത്ഥാടകരുടെ ഭക്തരുടെ ഒരു വലിയ തിരക്ക് തന്നെ ഇവിടെ അനുഭവപ്പെടുകയും ചെയ്യുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ അങ്കമാലി. എല്ലാ വർഷവും വരാറുണ്ട്? എല്ലാ വർഷവും വരാറുണ്ട്. എങ്ങനെയാണ് ഈ ഒരു നിമിഷത്തെ എങ്ങനെയാണ് കാണുന്നത്? ഒരു ഭയങ്കര ഒരു അനുഭവം തന്നെയാണ്. ഇവിടെയൊക്കെ ഫുള്ള് ജനമായിരിക്കും, ജനസാഗരമായിരിക്കും. കടലിന്റെ ഈ കൊയിനൊക്കെ എറിയുമ്പോൾ ഫുള്ള് വേവൊക്കെ പോയില്ല, അതേപോലെ ആയിരിക്കും. എവിടെ നിന്നാണ് വരുന്നത്? അങ്കമാലി. എങ്ങനെയാണ് ഈ ഒരു നിമിഷം എങ്ങനെയാണ്? ഇവിടെ ഏറ്റവും എത്തിപ്പെടാൻ പറ്റിയതിൽ ഏറ്റവും സന്തോഷം ഉണ്ട്. പിന്നെ ഈ മൊമെന്റ് എൻജോയ് ചെയ്യുക. അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി. എല്ലാവർക്കും ഒരുപാട് അനുഭവങ്ങൾ, അമ്മയുടെ മുന്നിലേക്ക് എത്തുന്ന എല്ലാവർക്കും ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. ഏതായാലും ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും ഭവ്യമായ ആ ഒരു ചടങ്ങിനായി സാക്ഷി വഹിക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ്. പ്രാർത്ഥനയോടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഉമേഷ്, പ്രതികരിച്ച പല മുഖങ്ങളും കണ്ട് പരിചിതമാണ്. അതായത് എല്ലാ വർഷവും എല്ലാ ദിവസവും അവിടെ സ്ഥിരമായി എത്തുന്ന ആളുകളുടെ ഒരു വലിയ നിര കാണുന്നുണ്ട്. ഇപ്പോൾ പ്രതികരിച്ച ആളുകളൊക്കെ പലരെയും ക്ഷേത്രത്തിൽ പല ചടങ്ങുകൾക്കും കണ്ട് അല്ലെങ്കിൽ ദൃശ്യങ്ങളൊക്കെ കണ്ടു പരിചിതമായ മുഖങ്ങളാണ്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് മലയാളികളുടെ. സാധാരണ രഥോത്സവത്തിന് മലയാളികളുടെ വലിയൊരു തിരക്ക് അങ്ങനെ അനുഭവപ്പെടാറില്ല. ഇത്തവണ എങ്ങനെയുണ്ട് മലയാളികളുടെ ഒരു തിരക്ക്? തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് തന്നെയാണ് ഇന്നലെ മുതൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 3 മണിക്ക് നട തുറന്ന ആ ഒരു സമയം മുതൽ തന്നെ വലിയ ഒരു തിരക്കായിരുന്നു അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു പ്രദേശം ഒന്നാകെ ജനനിബിഡമാകുന്ന ഒരവസ്ഥയിലേക്ക് പോകും. ആ ഒരു തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ തന്നെ ആകുകയും ചെയ്യും. എന്തായാലും അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കി. എവിടെ നിന്നാണ് വരുന്നത്? കാസർഗോഡ് ജില്ല, നീലേശ്വരം. എല്ലാ വർഷവും വരാറുള്ളത്? പറ്റാവുന്ന മാസങ്ങളെല്ലാം വരാറുണ്ട്. ഈ ഒരു സമയം എങ്ങനെയാണ്? ഈ ദിവസം തിരക്കുണ്ടെങ്കിൽ നമ്മൾ തിരക്കിൽ നമ്മൾ അലിഞ്ഞു കയറുകയാണ് ഭക്തിയുടെ അങ്ങേയറ്റത്തേക്ക് അമ്മയുടെ അനുഗ്രഹത്തിൽ. ഏറ്റവും ക്ഷേത്രത്തെ സംബന്ധിച്ചോളം, അമ്മയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ആ ഒരു ദിവസം തന്നെ ഇവിടെ എത്താൻ പറ്റിയത്. നമ്മൾ ഇന്നലെ മുതൽ ഇവിടെയുണ്ട്. നമ്മൾ കുറേ പേരുണ്ട്, ഇന്നലെ മുതലുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ദിവസം തന്നെ ഇവിടെ എത്താൻ പറ്റിയത്? ഞങ്ങൾ ലീവിൽ വരുമ്പോൾ എല്ലാ പ്രാവശ്യവും വരും. കൊല്ലത്തിൽ 3-4 പ്രാവശ്യം വരാറുണ്ട്. ഇപ്പോഴും മുന്നെയൊക്കെ വർഷത്തിൽ ഒരു പ്രാവശ്യം വരല്. ഇതിപ്പോൾ ഇങ്ങനെ രഥോത്സവം നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഇന്നലെ വന്നതാണ്. ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അമ്മയെ മൂകാംബികയെ ശരണം. ഞാൻ 25 വർഷമായി അമ്മയെ തൊഴാൻ വരുന്നു. ആദ്യമായിട്ടാണ് കഴിഞ്ഞ വർഷം ഞാൻ മഹാരഥോത്സവം കാണുന്നത്. അപ്പോൾ ഇത്തവണയും വന്നു. ഈ കഴിഞ്ഞ മാസവും കൂടെ വന്നായിരുന്നു. അമ്മയുടെ അടുത്ത് വരണമെങ്കിൽ അതൊരു മഹാശക്തിയാണ്. അമ്മയെ മൂകാംബികയെ ശരണം. ഈ രഥോത്സവത്തിന് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു അനുഭവമാണ്. 25 വർഷത്തോളമായി ഞാൻ അമ്മയെ കാണാൻ വരുന്നു. മകൻ്റെ പ്രായത്തോളം മകൻ ഇവിടെയാണ് അരിയിൽ എഴുതിച്ചത്. എല്ലാം അമ്മയിൽ അർപ്പിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. കോഴിക്കോട് മലപ്പുറത്താണ് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യാണ്. ഇന്നലെ ലീവ് എടുത്ത് വന്നതാണ് മഹാരഥോത്സവം കാണാൻ വേണ്ടി. ഇതൊരു വല്ലാത്തൊരു അനുഭവമാണ് ഈ രഥോത്സവം കാണുക എന്നുള്ളത്. കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ഞാൻ രഥോത്സവം കണ്ടത്. അമ്മേ മൂകാംബികയെ ശരണം. നിർമ്മലമായ ഭക്തിയാണ് എല്ലാവർക്കും ഉള്ളത്. അമ്മയുടെ അടുത്തേക്ക് എത്താൻ, അമ്മ വിളിച്ച് അമ്മയുടെ ഈ അടുത്തേക്ക് എത്തുക, അതും ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു മുഹൂർത്തത്തിൽ അമ്മയ്ക്കൊപ്പം അമ്മയുടെ സന്നിധിയിലേക്ക്, തിരുസന്നിധിയിലേക്ക്, ലോകമാതാവായ അമ്മയുടെ സന്നിധിയിലേക്ക് നിൽക്കാൻ കഴിയുക എന്നത് ഏറ്റവും ശ്രേഷ്ഠമാണെന്നാണ് ഓരോ ആളുകളും പറയുക. എന്തായാലും അരുണെ, അവരുടെ വാക്കുകളിൽ വ്യക്തമാണ് എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ അവരിങ്ങനെ എന്താ പറയുക, അവിടെ എത്തിയതിൻ്റെ ആ തിരുനടയിൽ എത്തിയതിൻ്റെ ആകാംക്ഷയിൽ അല്ലെങ്കിൽ ആ ഭക്തിയിലൊക്കെ ഇങ്ങനെ അലിഞ്ഞു ചേരുക. എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായി മൂകാംബികയിൽ നടക്കുന്ന ചടങ്ങുകളിലൊക്കെ തത്സമയം എത്തിക്കാൻ അരുണും അവിടെ
സ്ഥിരമായിട്ട് എത്താറുണ്ട്. അതും ഒരു ഭാഗ്യമായി കരുതട്ടെ. എന്തായാലും ആ വിശേഷങ്ങളൊക്കെ ഒരു മണിക്കൂറുകൾ ഇനിയും നമുക്ക് അറിയേണ്ടതുണ്ട്. ആ ചടങ്ങുകൾ 11:15 ആരംഭിക്കുന്നത്. അതിന് മുമ്പ് പ്രത്യേക പൂജകളൊക്കെ ഉണ്ട്. 11:15 രഥബലിയുടെ മുഹൂർത്തമുണ്ട്. ഒരു ചടങ്ങ് മാത്രമായി അത് നടത്തും. പിന്നീട് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് രഥം പ്രദക്ഷിണ വീതിയിലേക്കൊക്കെ ഇറങ്ങുക. അപ്പോൾ ആ ചടങ്ങുകളെല്ലാം തത്സമയം എത്തിക്കാൻ അരുൺ കൊടുങ്ങൂരും ടീമും അവിടെ തയ്യാറാണ്. ആ വിശേഷങ്ങളിലേക്കൊക്കെ എത്താം. ആശാവർക്കർമാരുടെ സമരം തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വാർത്തയിൽ ഇങ്ങനെ സജീവമായി നിൽക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ മാധ്യമങ്ങളുടെയും തലക്കെട്ടിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. വാർത്തകൾ ഇങ്ങനെ പുറത്തു വരുന്നതല്ലാതെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ലെന്ന് മാത്രമല്ല, കഴിയാവുന്നിടത്തോളം പ്രവർത്തകരെ, ആശമാരെ കളിയാക്കുകയാണ്, അവഹേളിക്കുകയാണ്. എന്തായാലും ആശ കൈവിട്ടതോടെ സമരം ശക്തമാക്കിയ ആശാവർക്കർമാർ സമരം ഏതാണ്ട് 41 ദിവസത്തിലേക്ക് കടക്കുകയാണ്. സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന നിരാഹാര സമരം 3-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സമരവീര്യത്തിന് ഒട്ടും കുറവില്ല. കഴിഞ്ഞ ദിവസം നടത്തിയ 2 ചർച്ചകളും പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് നിരാഹാര സമരവുമായി മുന്നോട്ട് പോകാൻ ആശാവർക്കർമാർ തീരുമാനിച്ചത്. തിരുവനന്തപുരത്ത് രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, സമരത്തിന് ഒരു പരിഹാരം കാണാൻ എന്തായാലും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ഇന്നലെ എം.പി. രാജേഷ് നിയമസഭയിൽ പറയുക വരെ ഉണ്ടായി. അവിടെ നടത്തുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുകളാണ് ആശമാർക്കുള്ളവർക്ക് ശാഠ്യമാണ്, വാശിയാണ് എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അവരെ അവഹേളിക്കുക അല്ലെങ്കിൽ തള്ളിപ്പറയുക എന്നതിനപ്പുറത്തേക്ക് ഒരു പരിഹാരമില്ല. മാത്രമല്ല, ആരോഗ്യമന്ത്രി ആശമാരെ കബളിപ്പിക്കുന്ന രീതിയിലാണ് പറഞ്ഞു പറ്റിച്ച് ഡൽഹിയിലേക്കൊക്കെ പോയത്. എന്താണ് ആശമാർ ഇപ്പോഴത്തെ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് എങ്ങനെയാണ് സമരപരിപാടികളെ മുന്നോട്ട് പോകുക? എന്തൊക്കെയാണ് ആശമാർ പങ്കുവെക്കുന്നത്? രശ്മി. ഉമേഷ്, ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശമാർ നടത്തിവരുന്ന സമരം അത് 41-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. നിരാഹാര സമരമാണെങ്കിൽ ഇന്ന് 3-ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. പറയാനുള്ളത്, ഇന്നലെ രാത്രി ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഈ നിരാഹാര സമരം ഇരുന്ന ഒരാളുടെ നില കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഷീജയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പകരം മറ്റൊരാളാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ നിരാഹാര സമരം ഇരിക്കുന്ന ഉഷയാണ് ഇപ്പോൾ നിരാഹാര സമരം ഇരിക്കുന്നത്. ഏതായാലും ഈ സമരവീര്യം ഒട്ടും കുറയുന്നില്ല. വളരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ആശമാർ അറിയിച്ചിരിക്കുന്നത്. 41 ദിവസം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം. ഇവർ ഈ വെയിലത്തും മഴയത്തും ഒക്കെ തങ്ങളുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ, അവരുടെ ഓണറേറിയം 21,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക, ഇവരുടെ ഓണറേറിയത്തിന്റെ മാനദണ്ഡങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഈ സമരം ഇരിക്കുന്നത്. ഇതിൽ സർക്കാർ തീർത്തും ഇവരോട് അവഗണന കാട്ടുന്നു. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി ഡൽഹിയിൽ പോയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഇന്ന് നിരാഹാര സമരം 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇതിലൊരാളെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് മാറ്റിയല്ലേ, പുതിയ ആളുണ്ട്. ഈ സർക്കാരിൻ്റെ ഈ ഒരു സമീപനത്തോട് എന്താണ് പറയുന്നത്? സർക്കാർ സമീപനം മാറ്റണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡുകൾ ചർച്ച ചെയ്ത് സെറ്റിൽ ചെയ്യണം. ഡൽഹിയിലൊക്കെ പോയിട്ടും അത് കേന്ദ്ര ആരോഗ്യമന്ത്രി ഉൾപ്പെടെ കാണാതെ, അല്ലെങ്കിൽ ഏറ്റവും വളരെ വൈകിയാണ് അനുമതി തേടിയതൊക്കെ. അതൊക്കെ അവർ ഔദ്യോഗികമായിട്ടുള്ള കാര്യമല്ലേ. നമ്മുടെ കാര്യം ചർച്ച ചെയ്യണമെങ്കിൽ ഡൽഹി പോകണമെങ്കിൽ ഡൽഹി പോകണം, ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യണമെങ്കിൽ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യണം. ഔദ്യോഗികമായ വിഷയങ്ങളിൽ നമ്മൾ എന്ത് മറുപടി പറയാനും? ഇവരുടെ ആ ഒരു ആവശ്യകതയൊക്കെ നമുക്ക് കാണാൻ കഴിയും. കാരണം കഴിഞ്ഞ 3 ദിവസമായി നിരാഹാര സമരം ഇരിക്കുന്ന ഒരു ആശാപ്രവർത്തകയാണത്. അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യനില വളരെ ക്ഷീണിതയായാണ് സംസാരിക്കുന്നത് ഉൾപ്പെടെ. നമുക്ക് ഇവിടെ കാണാം മറ്റൊരു ആശാപ്രവർത്തകയും ഇവിടെ നിരാഹാര സമരം ഇരിക്കുകയാണ്. ഏതായാലും സമരം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ആരോഗ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കളവാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമായിരുന്നു. നേരത്തെ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടി അനുമതി തേടി, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് ഡൽഹിക്കൊക്കെ പോകുന്നത് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി പറഞ്ഞൊരു കാര്യം. പക്ഷേ അത് അങ്ങനെയല്ല എന്നുള്ളത് കൃത്യമായി തന്നെ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടെ അവർ തന്നെ തലേ ദിവസമാണ് അനുമതി തേടിയത് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായി. അവരുടെ പ്രശ്നങ്ങൾ കൃത്യമായി കേന്ദ്ര സർക്കാരിനെ അറിയിക്കാനൊന്നും ആയിരുന്നില്ല ലക്ഷ്യമിട്ടത്, ക്യൂബൻ സംഘത്തെ സന്ദർശിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുന്ന കാര്യമാണ്. ഇന്ന് സമരം നിരാഹാര സമരം 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ സർക്കാരിൻ്റെ ഈ സമീപനത്തെക്കുറിച്ച് എന്താ പറയുന്നത്? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചാരിക്കൊണ്ടിരിക്കുന്നു. വീട്ടിലെ സാഹചര്യമൊക്കെ എങ്ങനെയാണ്? വീട്ടിലെ സാഹചര്യം മോശമാണ്. മോളുടെ ഒരു ചെറിയൊരു വരുമാനമേ ഉള്ളൂ. പിന്നെ എനിക്ക് കിട്ടുമ്പോഴേ ഇതുള്ളൂ. അത് കടങ്ങൾ വാങ്ങിച്ചിട്ട് അത് കടം കിട്ടും, അല്ലാതെ ഒരു ഉച്ചെന്ന് പറയില്ല.
അവരുടെ വീട്ടിലെ സാഹചര്യമൊക്കെ വളരെ മോശമാണ്. ഈ ആശാപ്രവർത്തകരൊക്കെ വളരെ തുച്ഛമായ വേതനത്തിലാണ് വർഷങ്ങളോളം ജോലി ചെയ്യുന്നത്. ഈ ആശാപ്രവർത്തക ഉഷയുൾപ്പെടെ 18 വർഷമായി ഈ ആശാപ്രവർത്തക രംഗത്ത് ഉള്ള ഒരു പ്രവർത്തകയാണ്. എന്തായാലും അവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ മോശമാണ്. ന്യായമായ ശമ്പളം, അതായത് അവരുടെ ഓണറേറിയം ആണെങ്കിലും അവർക്ക് ന്യായമായ ചെയ്യുന്ന കൂലിയുടെ 16 മുതൽ 18 മണിക്കൂർ വരെ അവർ ജോലി ചെയ്യാറുണ്ട്. ആ ചെയ്യുന്ന ജോലിയുടെ ന്യായമായ കൂലിയാണ് ആവശ്യപ്പെടുന്നത്. ആരോഗ്യമന്ത്രി ആകട്ടെ പല കാര്യങ്ങൾ മാറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സർക്കാരാകട്ടെ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഉൾപ്പെടെ മന്ത്രിയുടെ മറുപടി ശാഠ്യമാണ് ആശാപ്രവർത്തകർക്ക് എന്നുള്ളതാണ്. മാത്രമല്ല ഇവരെ ചർച്ചയ്ക്ക് വിളിച്ച സമയത്ത് തന്നെ ആശാപ്രവർത്തകർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എത്ര രൂപ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ളത്. അതായത് നിങ്ങൾക്ക് എത്ര രൂപ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യമാണ് സർക്കാരിനോട് ചോദിച്ചത്. പക്ഷെ അതിന് നിങ്ങൾ ഇവിടെ സമരം ചെയ്യരുത്, ഇവിടെ നിന്നും പോകണം എന്നുള്ള ഒരു മറുപടി മാത്രമാണ് നൽകിയത്. അല്ലെങ്കിൽ ഒരു 2000 രൂപയോ 3000 രൂപയോ എങ്കിലും കൂട്ടിത്തരാം എന്നുള്ളൊരു വാക്ക് പോലും സർക്കാർ പറഞ്ഞില്ല എന്നുള്ളതാണ്. ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇത്രത്തോളം ധൂർത്ത് നടത്താനൊക്കെ സർക്കാരിന് പണമുള്ളപ്പോൾ ഇത്രത്തോളം ദിവസമായി, ഒരു 41 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ ഒരു സമരം നടത്തുമ്പോൾ അതിനോട് തീർത്തും അവരെ അവഗണിക്കുക അല്ലെങ്കിൽ അവരെ പരിഹസിക്കുക, പല നേതാക്കൾ ഉൾപ്പെടെ വരിക, അവർ ശാഠ്യം പിടിക്കുന്നു എന്ന് പറയുന്നു. മാത്രമല്ല ഇവരെ തീർത്തും അവഗണിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിന് മേൽ പഴിചാരി തടിയുരാനുള്ള ഒരു ശ്രമം തുടർച്ചയായി ആരോഗ്യമന്ത്രി നടത്തുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ ഇവരുടെ ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകുന്നുണ്ട് എന്നുള്ളതും നേരത്തെ ജനം ടി വി തന്നെ അതിൻ്റെ രേഖകളടക്കം പുറത്തുവിട്ടിരുന്നു. ഏതായാലും ഈ ഒരു സമരം വളരെ ശക്തമായി തന്നെ തുടരുകയാണ്. അവരുടെ സമരവീര്യം ഒട്ടും കുറയുന്നില്ല. മരണം വരെ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്യേണ്ടി വന്നാലും ഓണറേറിയം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങൾ, ഈ ആവശ്യങ്ങളിൽ ഒന്നിൽ പോലും അവർ പിന്നോട്ടില്ല എന്നുള്ളതാണ് വളരെ ശക്തമായി പറയുന്നത്. ഉമേഷ്. രശ്മി, 41 ദിവസമാകുന്നു സമരം എന്ന് പറയുന്നത്. നമുക്കറിയാം സെക്രട്ടേറിയറ്റ് ഒരുപാട് സമരങ്ങൾ കണ്ട ഒരിടമാണ്. കഴിഞ്ഞ ഒരു 6-7 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ പരിഹാരം കാണാത്ത, ഫലം കാണാത്ത, നൂറുകണക്കിന് സമരം കണ്ട ഒരു ഇടമായി മാറുകയാണ് സെക്രട്ടേറിയറ്റ് കവാടമൊക്കെ. സ്വാഭാവികമായും അത് അത്തരത്തിലേക്ക് തന്നെ കൊണ്ടുപോകാനാണോ സർക്കാരിൻ്റെ ഒരു നയം, നിലപാട്? പ്രത്യേകിച്ച് CPI നേതാക്കൾ പറയുന്നു, അല്ലെങ്കിൽ പാർട്ടി നയം തന്നെ സർക്കാർ നയമായി സ്വീകരിച്ചുകൊണ്ട് അധിക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ പരിഹാരം കണ്ടെത്താതെ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്തിനും ഏതിനും സ്വാഭാവികമായ പല്ലവി പോലെ എന്തിനും ഏതിനും കേന്ദ്ര സർക്കാരിനെ പഴിചാരി തലയുരുന്നു. അങ്ങനെ കഴിഞ്ഞ അല്പവും പറഞ്ഞ പോലെ കഴിഞ്ഞ കുറേ വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഫലം കാണാത്ത ഒരുപാട് സമരങ്ങൾക്കൊപ്പം എഴുതി ചേർക്കാൻ വേണ്ടിയാണോ സർക്കാരിൻ്റെ ശ്രമം ഈ ആശാവർക്കർമാരുടെ പ്രതിഷേധത്തെ? തീർച്ചയായും അതുതന്നെയാണ് സർക്കാരിൻ്റെ ഒരു ശ്രമം. ഈ ആദ്യഘട്ട ചർച്ചയ്ക്ക് NHM ഡയറക്ടറാണ് വിളിച്ചത്, രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് വിളിച്ചത് ആരോഗ്യമന്ത്രി നേരിട്ടാണ്. ഈ ചർച്ചയിൽ ഒന്നും തന്നെ ഇവരുടെ ഈ ഒരു പ്രശ്നങ്ങൾ, അതായത് ഇവർ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഇതിൽ എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് എത്ര കൂട്ടാൻ കഴിയും, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും, ഇവർക്കും ഈ സമരം ഇവിടെ ഇതേ രീതിയിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ 41 ദിവസമായി ഇവർ വീടൊക്കെ വിട്ട് വലിയ സാമ്പത്തിക പരാധീനകളിലൊക്കെ മുന്നോട്ട് പോകുന്നവരാണ് ഈ ആശാപ്രവർത്തകർ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ പോലും സമരം അവസാനിപ്പിക്കാമെന്നൊക്കെ ഇവർ തീരുമാനിച്ചിരുന്ന പല ആശാപ്രവർത്തകരും അങ്ങനെയൊക്കെ നമ്മളോട് പങ്കുവച്ചിരുന്നു. പക്ഷേ സർക്കാർ സാധാരണക്കാർക്കൊപ്പമാണ്, അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തോടൊപ്പമാണ് എന്നുള്ളതാണ് സർക്കാർ പറയുന്നത് എപ്പോഴും. പക്ഷേ ഈ സമരത്തിനെ യാതൊരു തരത്തിൽ, അത് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു, യാതൊരു തരത്തിലും അവരെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇത് വരും ദിവസങ്ങളിൽ ഇത് സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഇവരുടെ ആദ്യഘട്ടമായി നിരാഹാര സമരം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ ഇവർ എല്ലാവരും കൂടി ഒരുമിച്ച് നിരാഹാര സമരത്തിലേക്ക് പോകും എന്നുള്ളതാണ് ഇവർ പറയുന്നൊരു കാര്യം. ആദ്യഘട്ടമായാണ് ഓരോരുത്തർ അതായത് 3 പേർ വെച്ച് നിരാഹാര സമരം ഇരിക്കുന്നത്. ഇനി ഈ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത പക്ഷം എല്ലാവരും കൂടി ഒരുമിച്ച് നിരാഹാര സമരത്തിലേക്ക്, അതായത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് മരിച്ചു വീഴേണ്ടി വന്നാലും ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു നിലപാട്. ഏതായാലും 41ാം ദിവസത്തിലേക്ക് ഈ ഒരു സമരം കടക്കുകയാണ്. നിരാഹാര സമരം 3ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ആരോഗ്യമന്ത്രി ആണെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഒരു തവണ പറയുന്ന കാര്യങ്ങൾ പിന്നീട് മാറ്റി പറയുന്നു, പിന്നീട് അത് മാറ്റി മറ്റൊന്ന് പറയുന്നു, കേന്ദ്ര സർക്കാരിനെ പഴിക്കുന്നു, പിന്നീട് കേന്ദ്രം കൃത്യമായി അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നു എന്നുള്ള രേഖകൾ വരുമ്പോൾ അതിനും മറ്റു മറുപടി പറയുന്നു. ഏതായാലും അങ്ങനെ ആ ഒരു രീതിയിലാണ് ആരോഗ്യമന്ത്രിയുടെ മുന്നോട്ട് പോക്ക്. ഏതായാലും ഈ സമരം കൂടുതൽ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകാനാണ് ആശാപ്രവർത്തകരുടെ തീരുമാനം. ഉമേഷ്. യെസ് രശ്മി, നേരത്തെ പറഞ്ഞ പോലെ അത്ര എളുപ്പം തീരുമെന്ന് തോന്നുന്നില്ല സമരം. മാത്രമല്ല അത് പഴയ പോലെ തന്നെ നിലപാടുമായി മുന്നോട്ട് പോകാൻ CPM സർക്കാരിന് കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ആശാവർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും ഒക്കെ സമരം പ്രാദേശിക തലത്തിൽ വലിയ തോതിൽ ചർച്ചയാകുകയാണ്. പ്രത്യേകിച്ച്
ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്കൊക്കെ കടക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇനി ഏതാണ്ട് 6-7 മാസക്കാലത്തെ ഇടവേള മാത്രമേ ഉള്ളൂ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക്, തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്കൊക്കെ സംസ്ഥാനം കടക്കാൻ. അതുകൊണ്ട് തന്നെ CPM പ്രാദേശിക ഘടകങ്ങൾക്ക് വലിയൊരു ആശങ്കയുണ്ട്. സമരം നീളുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമോ എന്ന വലിയൊരു വിലയിരുത്തൽ പ്രാദേശിക ഘടകങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ജില്ലാ ഘടകങ്ങളിൽ നിന്നൊക്കെ CPM ജില്ലാ ഘടകങ്ങളിൽ അത്തരം ഒരു ആശങ്ക ഉയർന്നു വരുന്നത്. അതുകൊണ്ട് ആശാവർക്കർമാർക്കെതിരായ നേതാക്കന്മാരുടെ അധിക്ഷേപങ്ങൾ, സ്ത്രീ വോട്ടർമാരെ അകറ്റുവതൊരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നുണ്ട്. ഒത്തുതീർക്കണമെന്ന്, ഈ സമരം എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണമെന്ന് LDF യോഗത്തിൽ RJDയും CPIയും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നതിൻ്റെ പശ്ചാത്തലം കൂടി ഇതല്ലേ? അത്തരത്തിൽ ചില സമ്മർദ്ദങ്ങളൊക്കെ പല കോണുകളിൽ നിന്ന് വരുമ്പോൾ സ്വാഭാവികമായും ഇപ്പോഴത്തെ നിലപാടിൽ നിന്ന് സർക്കാരിന് അല്പമൊന്ന് അയ്യേണ്ടി വരില്ലേ? അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ സർക്കാരിന് മേൽ ഉണ്ട്. കാരണം ഈ പ്രാദേശിക ഘടകങ്ങൾ, ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രാദേശിക ഘടകങ്ങളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ, അതായത് ഏതെങ്കിലും തരത്തിൽ ചർച്ച ചെയ്ത് ഈ സമരം അവസാനിപ്പിക്കണം എന്നുള്ള തരത്തിൽ നേരത്തെ തന്നെ CPIയുടെ ഭാഗത്തു നിന്നാണെങ്കിലും RJDയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അത്തരത്തിലുള്ളൊരു അഭിപ്രായം ഉയർന്നു വന്നിരുന്നു. കാരണം ഇത് തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കും, വോട്ട് കാര്യമായി കുറയുന്നതിന് കാരണമാകും എന്നുള്ളൊരു വിലയിരുത്തൽ നിലവിൽ തന്നെ, അത് CPMനിടയിൽ തന്നെ ചില നേതാക്കൾക്കിടയിൽ തന്നെ അത്തരത്തിലുള്ളൊരു അഭിപ്രായം ഉണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഈ സർക്കാരിൻ്റെ ഒരു സമീപനം, തൊഴിലാളി വർഗത്തോടുള്ള, സാധാരണക്കാരോടുള്ള സർക്കാരിൻ്റെ ഒരു സമീപനം, അത് വലിയ രീതിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന് തിരിച്ചടിയാവുകയും സർക്കാരിൻ്റെ വോട്ട് ബാങ്കിനെ ബാധിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ രീതിയിൽ സർക്കാരിന് തിരിച്ചടിയാകുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ആശാപ്രവർത്തകരോടൊപ്പം തന്നെ അംഗനവാടി ജീവനക്കാരും സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ആരംഭിച്ചിട്ടുണ്ട്. ഈ സമരത്തോട് സർക്കാരിൻ്റെ ഒരു സമീപനം, അതായത് തീർത്തും അവരെ അവഹേളിക്കുക അല്ലെങ്കിൽ അവഗണിക്കുക, അത് ചില നേതാക്കളാണെങ്കിൽ തന്നെ യാതൊരു മര്യാദയും ഇല്ലാതെയാണ് ഇവരെ പറയുന്നത്. അതായത് ഇവർ യഥാർത്ഥ ആശാപ്രവർത്തകരല്ല, എവിടുന്നോ വന്ന മറ്റ് ജീവനക്കാരാണ്, അത്തരത്തിൽ ഉള്ള അധിക്ഷേപിച്ച് ഇവരെ പറഞ്ഞയക്കാനുള്ളൊരു ശ്രമമൊക്കെയാണ് പല നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഈ സ്ത്രീ വോട്ടർമാർക്കിടയിൽ വലിയ രീതിയിലുള്ളൊരു അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇത് വലിയ രീതിയിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കും, അല്ലെങ്കിൽ അത് അവർക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകുമെന്നുള്ള ഒരു ആശങ്ക പ്രാദേശിക ഘടകങ്ങൾക്ക് ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. ഇതേതായാലും തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെ വലിയ രീതിയിൽ സ്വാധീനിക്കും. മുഖ്യമന്ത്രിയുടെ ഒരു ഏകാധിപത്യ നയവും സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ സമീപനവും ഒക്കെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായിരുന്നു. അത് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും അത് കുറച്ചുകൂടി ശക്തമായി തന്നെ സർക്കാരിന് അത് വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏതായാലും ഈ സമരം ഇതേ രീതിയിൽ മുന്നോട്ട് പോകുന്നത് സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കും എന്നുള്ളൊരു കാര്യത്തിൽ എന്തായാലും അതിൽ സംശയമില്ല. ഇപ്പോൾ ആശാപ്രവർത്തകർക്ക് തൊട്ട് അപ്പുറത്ത് തന്നെ അംഗനവാടി ജീവനക്കാരും സമരം ചെയ്യുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ അവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക, ഓണറേറിയം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അംഗനവാടി ജീവനക്കാരും, ഇത് കോൺഗ്രസ് അനുകൂല സംഘടനയാണ്, സെക്രട്ടേറിയറ്റ് തൊട്ടപ്പുറത്ത് സമരം ചെയ്യുന്നത്. അതായത് സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ടു മുന്നിൽ 2 ഇടങ്ങളിലായാണ് അംഗനവാടി ജീവനക്കാരും ആശാവർക്കർമാരും ഒക്കെ ജോലി ചെയ്തത്. വർഷങ്ങളായി ജോലി ചെയ്യുന്നവരാണ് ഇവരൊക്കെ. 18-16 മണിക്കൂർ ജോലി ചെയ്യുന്ന ഇവർക്ക് ന്യായമായ കൂലി അത് നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല. അത് വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ്. സർക്കാരിൻ്റെ ഈ ഒരു സമീപനത്തിനെതിരെ, അത് മാത്രമല്ല ഇത്തരത്തിൽ അവഹേളിക്കുന്ന ഈ ഒരു സമീപനം, അതിനെതിരെ വ്യാപകമായി പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇന്നലെ അംഗനവാടി ജീവനക്കാർ, ഈ ആശാവർക്കർമാർ ചിലരുടെ പ്രതികരണമൊക്കെ എടുത്ത സമയത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണം, അല്ലെങ്കിൽ അവർക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇടത് സർക്കാർ എന്ന് പറയുന്നത് ആശമാരെ ചേർത്ത് നിർത്തും എന്ന് സർക്കാർ പറയാറുണ്ട്. പക്ഷേ ഇത് ആശമാരെ ഞെക്കിക്കൊല്ലുകയാണ് സർക്കാർ എന്നുള്ളതാണ് ഒരു ആശാപ്രവർത്തക കഴിഞ്ഞ ദിവസം ഈ സമരവേദിയിലിരുന്ന് പറഞ്ഞത്. ഏതായാലും ഇവരുടെ സമരവീര്യം ഒട്ടും കുറയാതെ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. 41ാം ദിവസത്തിലേക്ക് സമരം എത്തിയിരിക്കുന്നു. ഇവരുടെ നിരാഹാര സമരം 3ാം ദിവസത്തിലേക്കും എത്തിയിരിക്കുന്നു. എന്തായാലും ഇനി ആശാവർക്കർമാർക്കൊരു പ്രതീക്ഷയുള്ളത് രശ്മി പറഞ്ഞ പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് സംസ്ഥാനം. സ്വാഭാവികമായും സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന, അല്ലെങ്കിൽ സാധാരണക്കാരുടെ അടുത്തേക്ക് ഓടിയെത്തുന്ന ആശമാരുടെ ഈ പ്രതിഷേധം, അല്ലെങ്കിൽ അവരുടെ ഈ കഷ്ടപ്പാടൊക്കെ സാധാരണ വീട്ടമ്മമാർ ഏറ്റെടുത്താൽ അത് തിരിച്ചടിയാകുമോ എന്നൊരു ഭയം LDF ക്യാമ്പിൽ പലയിടങ്ങളിലും അലയടിച്ചിട്ടുണ്ട്. ഇനി ആ ഒരു ഭയം മാത്രമാണ് അല്പമെങ്കിലും ഇനി ആശമാർക്ക് പ്രതീക്ഷ. അതല്ലാതെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചു നൽകുക എന്നൊരു കീഴ്വഴക്കം കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. എന്തിനും ഏതിനും കേന്ദ്ര സർക്കാരിനെ അങ്ങനെ പഴി പറയുക അല്ലാതെ അതിനപ്പുറത്തേക്കൊരു ഇടപെടൽ ഒരിക്കൽ പോലും ഒരു ഘട്ടത്തിലും കണ്ടിട്ടില്ല. ആശമാർക്കൊപ്പം അംഗനവാടി ടീച്ചർമാർ, ഈ ആശമാരും അംഗനവാടി ടീച്ചർമാരും ഒക്കെയാണ് സാധാരണക്കാരുമായി നേരിട്ട് ഇടപെടുന്ന
ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ വിഷമങ്ങൾ, അവരുടെ പ്രശ്നങ്ങളൊക്കെ സാധാരണക്കാർ ഏറ്റെടുത്താൽ അത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്നൊരു ഭയം പലയിടങ്ങളിലായി ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. ആ ഭയമാണ് ഇനി ആശമാരുടെയും അംഗൻവാടി ടീച്ചർമാരുടെയും ഒക്കെ ഒരു പ്രതീക്ഷ. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇപ്പോഴത്തെ നിലപാടിൽ നിന്നൊരു യു ടേൺ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. LDFനും സർക്കാരിനും ഒക്കെ യു ടേൺ ഒരു പുത്തരി അല്ലാത്തതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ അത്തരം വാർത്തകളും വരും ദിവസങ്ങൾ അല്ലെങ്കിൽ വരും മണിക്കൂറുകളൊക്കെ പ്രതീക്ഷിക്കാം. രശ്മി കാർത്തികയാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്. രാജ്യത്ത് എവിടെ ഭീകരാക്രമണം നടന്നാലും അല്ലെങ്കിൽ രാജ്യത്ത് എവിടെ ഒരു ഭീകരപ്രവർത്തനം നടന്നാലും അതിനൊക്കെ വലിയ പിന്തുണ നൽകുന്നത് ഇങ്ങ് കേരളത്തിലാണ്. രാജ്യത്ത് മാത്രമല്ല, ലോകത്ത് എവിടെ നടക്കുന്ന ഭീകരപ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ ഭീകരവാദ സംഘടനകൾക്കുമൊക്കെ പിന്തുണ ലഭിക്കുന്ന ഒരിടമായി കേരളം മാറിയിട്ട് കുറേ കാലമായി. അത്തരത്തിലൊരു വാർത്തയാണ് കോഴിക്കോട് നിന്ന് ഗോകുലിന് പങ്കുവെക്കാനുള്ളത്. പാർലമെൻറ്റ് ഭീകരാക്രമണ കേസിലെ പ്രതി അഫ്സൽ ഗുരുവിനെ ന്യായീകരിച്ച് വെൽഫെയർ പാർട്ടി നേതാവ് ഫൗസിയ ആരിഫ് രംഗത്ത് വന്നിട്ടുണ്ട്. അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത് പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താനാണെന്നാണ് വെൽഫെയർ പാർട്ടിയുടെ വനിതാ നേതാവിൻ്റെ നിലപാട്. സംസ്ഥാന സെക്രട്ടറി ഫൗസിയ ആരിഫ് പറയുന്നത് ഇത് പൊതുബോധത്തെ, നാട്ടുകാരുടെ പൊതുബോധത്തെ നിലനിർത്താൻ വേണ്ടി മാത്രം നടത്തിയൊരു പ്രവർത്തനമാണ്, അതല്ലാതെ ഒരു കാരണവശാലും തൂക്കിലേറ്റപ്പെടേണ്ട ആളല്ല എന്നാണ് ഇവരുടെ നിലപാട്. അത് പറഞ്ഞത് എവിടെയാണ് എന്നുള്ളതാണ് രസകരം. കള്ളപ്പണക്കേസ് DD അറസ്റ്റ് ചെയ്ത SDPI ദേശീയ അധ്യക്ഷൻ AK ഫൈസിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് SDPI കോഴിക്കോട് വടകരയിൽ നടത്തിയ പരിപാടിയിലാണ് ഫൗസിയയുടെ ഈ പ്രസംഗം. ഇതൊക്കെ നേരത്തെ പറഞ്ഞു, ഇതൊക്കെ ഇങ്ങ് കേരളത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നത് വലിയ അത്ഭുതമായി തോന്നുന്നു. ഗോകുൽ വേണുഗോപാലുണ്ട് കോഴിക്കോട് നിന്ന്. ഗോകുൽ, നേരത്തെ നമ്മൾ ഇന്നലെയൊക്കെ ചർച്ച ചെയ്ത പോലെ തന്നെ പല പേരുകളിൽ പല രൂപത്തിൽ ഇങ്ങനെ ഭീകരവാദ സംഘടനകൾ പ്രവർത്തിച്ചിരുന്ന ആളുകളൊക്കെ ഒത്തുകൂടുകയാണ്. വെൽഫെയർ പാർട്ടി ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. എന്നാൽ അതിന് വേദിയാകുന്നത് കേരളമാണ് എന്നതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്നത്, ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഗോകുൽ. വെൽഫെയർ പാർട്ടിയും SDPയും ഒക്കെ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ സമാനമായിട്ടുള്ള ആശയങ്ങൾ നേരത്തെ പങ്കുവച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ സംഘടനകൾ തന്നെയാണ്. പക്ഷേ ഇത്തരത്തിൽ ഇവരിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപകടം വരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അവരൊക്കെ രാഷ്ട്രീയം മറന്നുകൊണ്ട് ഒന്നിക്കാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു വേദിയിൽ തന്നെ എത്തിപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഉമേഷ് പറഞ്ഞതുപോലെ തന്നെയാണ് SDPയുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള MK ഫൈസിയെ ED അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് SDPI വ്യാപകമായ രീതിയിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ആ പരിപാടിയിലേക്കാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ഫൗസിയ ആരിഫ് എത്തിയിട്ടുള്ളത്. ആ വേദിയിൽ വെച്ചിട്ടായിരുന്നു കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്നതിന്റെ ഭാഗമായിട്ട് ജുഡീഷ്യറിയൊക്കെ വിമർശിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിലാണ് അവർ പറയുന്നത് പൊതുബോധത്തെ അഫ്സൽ ഗുരുവിനെതിരെ ചാർത്തിയിട്ടുള്ള കുറ്റങ്ങളൊന്നും തെളിയിക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല ജുഡീഷ്യറിക്ക്. പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത് എന്നാണ് പറയുന്നത്. നമുക്കറിയാം 2001 ഡിസംബർ 13 പാർലമെന്റിലേക്ക് ഭീകരാക്രമം നടത്തിയിട്ടുണ്ടായിരുന്ന 5 പേരായിരുന്നു. 5 പേരായിട്ടുള്ള സായുധരായിട്ടുള്ള അംഗങ്ങൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സ്റ്റിക്കർ പതിപ്പിച്ച കാറിലെത്തി 8 പേരെ 6 പോലീസുകാരെയും 2 പാർലമെന്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരെയും 1 തോട്ടം ജീവനക്കാരും ഉൾപ്പെടെ 9 പാർലമെന്റ് അകത്തുണ്ടായിരുന്ന ആളുകളെ വധിക്കുകയായിരുന്നു. ഈ ഭീകരാക്രമണത്തിൽ 5 തീവ്രവാദികളും കൊല്ലപ്പെട്ടു. പിന്നീട് നീണ്ട നാളുകൾ എടുത്ത ഒരു വിചാരണയായിരുന്നു കോടതിക്കകത്ത് നടന്നിരുന്നത്. 2001 ഡിസംബർ 13 നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഭീകരാക്രമണത്തിന്റെ വധശിക്ഷ നടപ്പിലാക്കിയത് 2013 ഫെബ്രുവരിയിലായിരുന്നു. ഇത്തരത്തിൽ 12 വർഷം നീണ്ടു നിന്ന വിചാരണയാണ് ഈ ഫൗസിയ ആരിഫ് എന്ന് പറയുന്ന വ്യക്തി ഈ അഫ്സൽ ഗുരുവിനെ ന്യായീകരിക്കുവാൻ വേണ്ടിയിട്ട് പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു തൂക്കിലേറ്റപ്പെട്ടത് എന്ന രീതിയിലുള്ള വിമർശനം നടത്തിയത്. 2001 ഡിസംബർ 13 ഇത്തരത്തിൽ പാർലമെന്റിലേക്ക് അക്രമം നടത്തുന്നു. 2002 ഡിസംബർ 18 ഡൽഹി കോടതി ഈ അഫ്സൽ ഗുരുവിനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. പിന്നീട് അയാൾ അതിനെതിരെ അപ്പീൽ നൽകുകയാണ്. 2003 ഒക്ടോബർ 29 അഫ്സൽ ഗുരുവിന്റെ അപ്പീൽ ഡൽഹി ഹൈക്കോടതി തള്ളി വധശിക്ഷ കീഴ്ക്കോടതിയുടെ ശിക്ഷ ശരിവെക്കുന്നു. വീണ്ടും അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. അയാൾ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. സുപ്രീം കോടതി 2005 ഓഗസ്റ്റ് 4 ഈ കീഴ്ക്കോടതിയുടെ വിധി ശരിയാണ് എന്ന നിഗമനത്തിലെത്തുന്നു. പിന്നീട് അയാൾ രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകുന്നു. അന്ന് പ്രണബ് കുമാർ മുഖർജിയാണ് രാഷ്ട്രപതി. പ്രണബ് കുമാർ മുഖർജി ഇയാളുടെ ദയാഹർജി തള്ളി. അങ്ങനെ 2013 ഫെബ്രുവരി 9 ഇയാളുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത്. നമ്മുടെ പാർലമെന്റിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായിട്ടുള്ള പാർലമെന്റിലേക്ക് അക്രമം നടത്തിയ കേസിൽ 12 വർഷം നീണ്ടുനിന്ന വിചാരണയ്ക്ക് ശേഷം ഒരു വധശിക്ഷ നടപ്പിലാക്കുന്നു. കൃത്യമായ സൂത്രധാരൻ അഫ്സൽ ഗുരു ആണ് എന്നൊരു കണ്ടെത്തൽ അന്നുണ്ടായിരുന്നു. ഈ സൂത്രധാരനായിട്ടുള്ള അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിനെയാണ് ഇന്ന് ന്യായീകരിച്ചുകൊണ്ട് ജുഡീഷ്യറിയെ, നമ്മുടെ സംവിധാനത്തെയൊക്കെ ആകെ അപമാനിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താനാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയിട്ടുള്ളത്. സമാനമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന വിമർശനം അവരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. താരതമ്യപ്പെടുത്തുന്നത് MK ഫൈസിയെയും അഫ്സൽ ഗുരുവിനെയും ഒക്കെ അവർ തന്നെ ഒരേ ത്രാസിലിട്ട് തൂക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത്
അതായത് MK ഫൈസി അറസ്റ്റ് ചെയ്തതിൽ ED അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചിട്ടാണ് കോഴിക്കോട് വടകരയിൽ ഇത്തരത്തിലൊരു പരിപാടി നടത്തിയത്. ആ പരിപാടിയിൽ വെച്ചിട്ടാണ് നേരത്തെ അഫ്സൽ ഗുരുവിനെയും തൂക്കിക്കൊന്നിട്ടുണ്ട്. പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താനാണ്, അങ്ങനെ പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താനാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്ന് പറയുന്നു. അവർ തന്നെ അഫ്സൽ ഗുരുവിനെയും MK ഫൈസിയും ഒക്കെ ഒരേ ത്രാസിലിട്ട് തൂക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് SDPI, എന്താണ് വെൽഫെയർ പാർട്ടി, എന്താണ് അവരുടെ വനിതാ സംഘടനയുള്ള വനിതാ ജസ്റ്റിസ് മൂവ്മെന്റ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വ്യാപകമാവുകയാണ്. പല പേരുകളിൽ പല സംഘടനകൾ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. പക്ഷേ അങ്ങനെ ചർച്ച ചെയ്യുമ്പോഴും ഇത് മുന്നോട്ടേക്ക് വെക്കുമ്പോഴും ഈ സംഘടനകളൊക്കെ സമാന സ്വഭാവക്കാരായിട്ടുള്ള സംഘടനകൾ ഒരേ വേദിയിൽ ഒത്തുകൂടുകയും നമ്മുടെ സംവിധാനത്തെ വെല്ലുവിളിക്കുകയും നമ്മൾ ഭീകരവാദികൾക്കെതിരെ എടുത്തിട്ടുള്ള നിലപാടുകളെ സധൈര്യം വെല്ലുവിളിക്കാനും തയ്യാറാവുന്നുണ്ട്. അത് കേരളത്തിൽ തയ്യാറാവുന്നുണ്ട്. അതിവിടെ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്നുള്ള വലിയൊരു വിഷയമുണ്ട്. അത് സുരക്ഷാ പ്രശ്നം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട്. വ്യാപകമായ രീതിയിലാണ് SDPI ഇത്തരത്തിൽ പല കേന്ദ്രങ്ങളിലും ഈ MK ഫൈസിക്കും ED നടത്തുന്ന റെയ്ഡിനുമെതിരെ പൊതുയോഗങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് പലതരത്തിലുള്ള രാഷ്ട്രീയ മുഖമുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനകൾ വരുന്നുണ്ട്. മുജാഹിദീൻ പ്രസ്ഥാനക്കാരുടെ ആളുകൾ വന്ന് സംസാരിക്കുന്നുണ്ട്. അതിലൊക്കെ ഇവർ പറയുന്നത് ഇത്തരത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ ജനാധിപത്യ വിരുദ്ധമാണ് എന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് നടത്തുന്നത്. അതിനവർ ഉദാഹരണമായി എടുക്കുന്നത് ഇത്തരത്തിൽ ഭീകരാക്രമണ കേസിൽ പാർലമെന്റ് ആക്രമിച്ച കേസിൽ രാഷ്ട്രത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അൽ ഖ്വയ്ദയ്ക്കൊക്കെ വേണ്ട ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് നടത്തിയ പ്രവർത്തനത്തിന്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകളെ പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലേക്ക് വധശിക്ഷ വിധിച്ചത് എന്ന രീതിയിലുള്ള ഉദാഹരണങ്ങളൊക്കെ മുന്നോട്ടേക്ക് വെക്കുന്നു. അത്യന്തം അപകടകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അത് നമ്മളുടെ പോലീസ് സേന, കേരള പോലീസ് ഉൾപ്പെടെയുള്ളവർ ഒന്ന് കാത്തിരിക്കണം. നമുക്ക് പ്രതികരണം കൂടി കേൾക്കാം. അഫ്സൽ ഗുരുവിനെ ന്യായീകരിച്ച തരത്തിലാണ് ഒന്ന് കേട്ടിട്ട് ഗൂഗിളിലേക്ക് വളരെ വേഗം മടങ്ങിയത്. അഫ്സൽ ഗുരുവിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കുറ്റം തെളിയിക്കാൻ തയ്യാറായപ്പോൾ പൊതുബോധത്തിന്റെ തൃപ്തിക്ക് വേണ്ടി തൂക്കിലേറ്റപ്പെട്ട മനുഷ്യനാണ്. പൊതുബോധത്തിന്റെ തൃപ്തിക്ക് വേണ്ടി തൂക്കിലേറ്റപ്പെടുക. ആരും ഞെട്ടുന്നില്ല, ആർക്കും പ്രതികരണങ്ങളില്ല. ഇങ്ങനെ പ്രതികരണങ്ങളില്ലാതെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട, ദളിത് വിഭാഗത്തിൽപ്പെട്ട, മനുസ്മൃതിയിൽപ്പെടുന്ന ചാതുർവർണ്ണത്തിലല്ലാത്ത, സവർണ്ണരല്ലാത്ത മുഴുവൻ മനുഷ്യരെയും ഓരോന്നായിട്ട് നശിപ്പിച്ചു കളയുക എന്നതിന്റെ ഭാഗമായി കൊണ്ട് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ. ഗൂഗിൾ ഒരു പക്ഷെങ്കിൽ അവർ പ്രസംഗിച്ചവർ മറന്നുപോയി കാണും. 2009 അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത് കോൺഗ്രസ് സർക്കാരാണ് എന്ന് മറന്നുപോയി കാണും. കഴിഞ്ഞ കുറേ നാളുകളായി കേന്ദ്ര സർക്കാരിനെതിരെ ഇങ്ങനെ പറഞ്ഞ് ഒരു പക്ഷെങ്കിൽ ആ കാലമൊക്കെ അവർ മറന്നുപോയി കാണും. ഗൂഗിൾ അത് തന്നെയാണ്. പ്രണബ് കുമാർ മുഖർജി ആയിരുന്നു ഈ അഫ്സൽ ഗുരുവിന്റെ ദയാഹർജിയൊക്കെ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സുശീൽ കുമാർ സിൻഡെ ആയിരുന്നു അത് ആഭ്യന്തരമന്ത്രി. പക്ഷേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ് എന്ന ഒരു ബോധം അവരുടെ മനസ്സിൽ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇത്തരത്തിൽ ഒരു പ്രസംഗം നടത്തിയത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ നമ്മൾ ജനം TV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ തീർച്ചയായിട്ടും രാഷ്ട്ര സുരക്ഷാ സംബന്ധമായ വിഷയങ്ങളിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ സർക്കാരുകളെയും പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് അഫ്സൽ ഗുരുവിനെതിരെ ഈ വെൽഫെയർ പാർട്ടിയുടെ നേതാവ് നടത്തിയിട്ടുള്ള പ്രസംഗം ചൂണ്ടിക്കാട്ടി തരത്തിലുള്ളൊരു തൂക്കുകയർ ഉണ്ടായത് അല്ലെങ്കിൽ തൂക്കിക്കൊന്നത് UPA സർക്കാരിന്റെ കാലത്തായിരുന്നിട്ടും നമ്മൾ അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. 2001 ഇത്തരത്തിൽ അക്രമം നടത്തുന്ന സമയത്ത് NDA ആയിരുന്നു അധികാരത്തിൽ. അന്ന് പാർലമെന്റിൽ അക്രമം നടത്തുമ്പോൾ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന LK അദ്വാനി ഉൾപ്പെടെയുള്ളവർ പാർലമെന്റിന്റെ അകത്തുണ്ടായിരുന്നു. രാജ്യസഭയുടെയും പാർലമെന്റിന്റെയും അകത്ത് മന്ത്രിമാരും ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള LK അദ്വാനി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്ന സമയത്താണ് ഈ അഫ്സൽ ഗുരുവിന്റെ ആസൂത്രണത്തോടെ ഇത്തരത്തിലുള്ള അൽ ഖ്വയ്ദ തീവ്രവാദികൾ വന്ന് അക്രമം നടത്തുന്നത്. പിന്നീട് 2004 അധികാരം മാറുന്നു, കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരുന്നു. സുപ്രീം കോടതി ഈ ശിക്ഷ ശരിവെക്കുന്ന സമയത്ത് കോൺഗ്രസ് സർക്കാരാണ്, UPA സർക്കാരാണ് അധികാരത്തിൽ. പിന്നീട് ദയാഹർജി ഉൾപ്പെടെയുള്ള കുടുംബത്തിന്റെയും അഫ്സൽ ഗുരുവിന്റെയൊക്കെ ദയാഹർജി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കേന്ദ്ര സർക്കാരിന്റെയും രാഷ്ട്രപതിയുടെയും ഒക്കെ പരിഗണനയ്ക്ക് വരുന്ന സമയത്തും അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ നടപ്പിലാക്കുന്ന സമയത്തുമൊക്കെ UPA സർക്കാരാണ് അധികാരത്തിൽ ഉള്ളത് എന്നത് ഇവർ ഈ പ്രസംഗത്തിൽ മറന്നു പോകുന്നുണ്ടെന്ന് ഉമേഷ് പറഞ്ഞത് ശരിയായ കാര്യം തന്നെയാണ്. അവർ പറഞ്ഞു 2014 മാത്രമാണ് NDA സർക്കാർ അധികാരത്തിൽ വരുന്നത്. പക്ഷേ ഈ രാജ്യസുരക്ഷാ സംബന്ധമായ കാര്യങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളെ നമ്മൾ തുറന്ന് കാണിക്കുക തന്നെ വേണം, എടുത്ത് കാണിക്കുക തന്നെ വേണം. ഈ UPA സർക്കാരിനെയും NDA സർക്കാരിനെ ഒരുപോലെ താരതമ്യം ചെയ്തുകൊണ്ടാണ് ഈ ഫൗസി ആരിഫ് പ്രസംഗം നടത്തുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ആ ഘട്ടത്തിൽ ഈ പാർലമെന്റ് അക്രമ കേസിലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അഫ്സൽ ഗുരുവിന്റെ തൂക്കിക്കൊല നീട്ടിക്കൊണ്ടുപോകുന്നതിനെതിരെ അന്ന് പാർലമെന്റിനകത്തും പുറത്തുമൊക്കെ BJP വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടത്തിയതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2001 പാർലമെന്റ് അക്രമം നടത്തുന്നത്. പക്ഷേ പിന്നീട് 12 വർഷങ്ങൾക്ക് ശേഷം തൂക്കിക്കൊല്ലുന്നു. 2005 കീഴ്ക്കോടതിയുടെ ശിക്ഷ സുപ്രീം കോടതി ശരിവെക്കുന്നു. പിന്നീട് അങ്ങോട്ടും ഒരു 6-7 വർഷക്കാലം ഈ അഫ്സൽ ഗുരുവിന് ജീവിക്കാനുള്ള സൗകര്യം തിഹാർ ജയിലിനകത്ത് ഉണ്ടാവും
ഉണ്ടാവുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ സമയത്തൊക്കെ BJP ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം വളരെ വേഗത്തിൽ ഇയാളുടെ ശിക്ഷ നടപ്പിലാക്കണമെന്ന ആവശ്യമൊക്കെ ആയിട്ട് BJP രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും കോൺഗ്രസ് ആണ് നടപ്പിലാക്കിയതെങ്കിലും ഇത്തരം വിഷയങ്ങളിൽ ശരിയായ സമീപനം, രാഷ്ട്ര സുരക്ഷ സംബന്ധിച്ച വിഷയത്തിൽ ശരിയായ സമീപനം BJP ആയിരിക്കും സ്വീകരിക്കുക എന്ന ഹൗസി ആരിഫിന്റെ നിരീക്ഷണത്തിൽ തെറ്റില്ല എന്ന് തന്നെയാണ് നമുക്ക് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധേയമാണ് ഗൂഗിൾ. എന്തായാലും അഫ്സൽ ഗുരുവും SDPI നേതാവും ഒക്കെ ഒരേ തുലാസിൽ വെച്ച് തൂക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരേ കാറ്റഗറിയിൽ വരുന്ന നേതാക്കന്മാരാണെന്ന് അവർ തന്നെ സമ്മതിക്കുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുജനത്തിനുള്ള പൊതുബോധമൊക്കെ ശരിയാണെന്ന് അവർ തന്നെ സമ്മതിക്കണം. എന്നാൽ ഇതിന് തടയിടേണ്ട, മുക്കേറിടേണ്ട സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളൊക്കെ ഇത് കണ്ടില്ല എന്ന് നടിക്കുമ്പോഴാണ് പലപ്പോഴും അത്ഭുതമൊക്കെ തോന്നുന്നത്. എന്തായാലും ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് വരുന്ന മണിക്കൂറിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ഗൂഗിൾ, വളരെയധികം നന്ദി റിപ്പോർട്ട് പങ്കുവച്ചിരുന്നു. നമുക്ക് വളരെ വേഗം ഡൽഹിയിലേക്കൊന്ന് പോകാം. കഴിഞ്ഞ 2 ദിവസമായി ഡൽഹിയിൽ നിന്ന് വരുന്ന ഏറ്റവും സുപ്രധാനമായ വാർത്ത RSSന്റെ അഖില ഭാരതീയ പ്രതിനിധി സഭയാണ്. രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്താൻ ഐതിഹാസികമായ മുന്നേറ്റമാണ് RSS നടത്തിയതെന്ന് അഖില ഭാരതീയ പ്രതിനിധി സഭയിൽ അവതരിപ്പിച്ച വാർഷിക റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ചൈന, പാകിസ്ഥാൻ എന്നീ അയൽരാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ വിപുലമായ ആസൂത്രണം ആവിഷ്കരിച്ചതായും വാർഷിക റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ വർഷത്തെ വിജയദശമിക്ക് മുൻപായി ഇത്തരം മേഖലകളിൽ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കാൻ പദ്ധതി തയ്യാറാക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, ഈ രാഷ്ട്ര സുരക്ഷയ്ക്ക് അല്ലെങ്കിൽ ആഭ്യന്തര സുരക്ഷയ്ക്കൊക്കെ വലിയ പ്രാധാന്യം എപ്പോഴും സംഘം സ്വീകരിക്കാറുണ്ട്. പ്രത്യേകിച്ച് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കടന്നുകയറ്റത്തെ, അത് പാകിസ്ഥാനാണെങ്കിലും ചൈനയാണെങ്കിലും ഒക്കെ അവരുടെ കടന്നുകയറ്റത്തെ പലപ്പോഴും അത് ഭരണകൂടത്തോട് വിളിച്ചു പറയാനും അതിനെ ചെറുക്കാനും അതിർത്തി മേഖലകളിൽ ജനങ്ങളെ ഒരുമിപ്പിക്കാനും ഒക്കെ വലിയ പ്രവർത്തനം നടത്തുന്നുണ്ട്. ആ പ്രവർത്തനങ്ങൾ റിപ്പോർട്ടിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നു അല്ലേ ഗൗതം? ഉമേഷ്, ബംഗളൂരുവിൽ ചേരുന്ന RSSന്റെ അഖില ഭാരതീയ പ്രതിനിധി സഭയിൽ ഈ കഴിഞ്ഞ ഒരു വർഷത്തെ വാർഷിക വൃത്തം അവതരിപ്പിച്ചത് സർക്കാരിവ ദത്താത്രേയ ഹൊസബളയാണ്. അദ്ദേഹം അവതരിപ്പിച്ച ഈ റിപ്പോർട്ടിനകത്ത് ഒരു ഭാഗം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഈ അതിർത്തി പ്രദേശങ്ങളിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അതിർത്തി എന്ന് സൂചിപ്പിക്കുന്നത് പ്രധാനമായും 2 രാഷ്ട്രങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഒന്ന് നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് ചൈനയുമായി അതിർത്തി പങ്കിടുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും അതോടൊപ്പം തന്നെ ലഡാക്ക് പോലുള്ള പ്രദേശങ്ങളും. അവിടെ അതിർത്തി മേഖലകളിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി ദേശീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കേണ്ടതിൻ്റെ അനിവാര്യത RSSന് വളരെ മുൻപ് തന്നെ അത് അറിയാവുന്നതാണ്. അത്തരം പ്രവർത്തനങ്ങളിൽ മുൻപും സംഘം ഏർപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ശത്രു രാഷ്ട്രമായി പൊതുവെ കണക്കാക്കപ്പെടുന്ന പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ, അതുപോലെ തന്നെ പിന്നെ പഞ്ചാബ് പോലെയുള്ള സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം സംസ്ഥാനങ്ങളിൽ ഈ ചൈനയുമായും അതുപോലെ തന്നെ പാകിസ്ഥാനുമായും അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ ഗ്രാമങ്ങളിലാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിൻ്റെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത്. വരുന്ന വിജയദശമിയോടുകൂടി നമുക്കറിയാം, വരുന്ന വിജയദശമിയോടെ സംഘത്തിൻ്റെ പ്രവർത്തനം 100 വർഷം പൂർത്തീകരിക്കുകയാണ്. ശതാബ്ദി വർഷത്തിലേക്ക് സംഘം കടക്കുകയാണ്. അതിനാൽ ആ വർഷത്തിൽ ഈ അതിർത്തി പ്രദേശങ്ങളിൽ കൂടുതൽ സംഘടനാ പ്രവർത്തനം ശക്തമാക്കുക എന്ന ഒരു ആഹ്വാനം ഈ ഒരു പ്രവർത്തന റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഈ ശതാബ്ദിക്ക് മുന്നോടിയായി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അതിർത്തി പ്രദേശങ്ങളിലെ ജില്ലകളിലും അതോടൊപ്പം തന്നെ ഗ്രാമപ്രദേശങ്ങളിലും സംഘം നടത്തിയത് എന്നതിനെപ്പറ്റി കൂടി വിശദീകരിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും സാമൂഹികമായും സാമ്പത്തികമായും ഉള്ള ഒരു സർവേ RSS നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുത്ത 689 ഗ്രാമങ്ങളിലാണ് ഇത്തരമൊരു സാമൂഹിക സാമ്പത്തിക സർവേ നടത്തിയിരിക്കുന്നത്. ആ സർവേയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് ഈ സർവേ എടുത്തതിന് ശേഷം അത് വിശദമായി തന്നെ ജില്ലാതലത്തിലും പിന്നീട് സർക്കാരിവാഹ ദത്താത്രേയ ഹൊസബളെ നേരിട്ടെത്തിയും പങ്കെടുത്ത ചില യോഗങ്ങളുണ്ടായിരുന്നു. ആ യോഗത്തിലെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജമ്മു കാശ്മീരിൽ സംഘത്തിന് നിലവിലുള്ളത് 557 ശാഖകളാണ്. അതിൽ 400 ശാഖകളിൽ ഒരു സ്വയംസേവകൻ ഒരു ശാഖ എന്ന നിലയിൽ ഒരു പദ്ധതി രൂപീകരിച്ച് പ്രത്യേക ബൈഠക്കുകൾ നടത്തുകയും എങ്ങനെയാണ് അതിർത്തി പ്രദേശങ്ങളിൽ സംഘം ഇനിയും പ്രവർത്തിക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള വിലയിരുത്തലുകൾ നടത്തിയതായി ഈ വാർഷിക റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഒപ്പം അസം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് ഈ അതിർത്തി പങ്കിടുന്ന ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ വിപുലമായ രീതിയിലുള്ള ശാഖാ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പ്രത്യേക പദസഞ്ചലനങ്ങൾ അവിടെ ഏതാണ്ട് 33 താലൂക്കുകളിൽ, അതായത് ഈ അതിർത്തി പങ്കിടുന്ന ജില്ലകളിലെ 33 താലൂക്കുകളിൽ RSS പ്രത്യേക പദസഞ്ചലനം നടത്തി സംഘത്തിൻ്റെ ശക്തി വിളിച്ചോതുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു. ഒപ്പം പശ്ചിമ ബംഗാളിൽ ഈ അതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചു. അപ്പോൾ ഈ എന്താണ് സംഘം
ലക്ഷ്യമിടുന്നത് എന്നത് കൃത്യമാണ്. അതായത് ചൈനയും അതോടൊപ്പം തന്നെ പാകിസ്ഥാനും എപ്പോൾ വേണമെങ്കിലും നമുക്ക് നേരെ പ്രകോപനങ്ങൾ സൃഷ്ടിക്കാം. അടുത്ത കാലത്ത് ചൈന സമാധാനത്തിൻ്റെ പാതയിലാണ് എന്ന രീതിയിൽ ചില നയതന്ത്ര നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും ചൈനയുടെ മുൻകാല ചരിത്രവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സൈദ്ധാന്തികന്മാരും അല്ലെങ്കിൽ മുൻ സർസംഘചാലകന്മാരായിട്ടുള്ള ആളുകളൊക്കെ വിശദീകരിച്ചിട്ടുള്ളത് പോലെ തന്നെ ചൈനയെ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. കാരണം അവരുടെ ഭൂപ്രദേശങ്ങളുടെ വിസ്തൃതി വർദ്ധിപ്പിക്കുക എന്നൊരു പ്രഖ്യാപിത നയമുള്ള രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. അതിനാൽ അവരെപ്പോഴും അതിർത്തി പങ്കിടുന്ന രാഷ്ട്രങ്ങളുമായി എല്ലാം പ്രശ്നങ്ങളായിരിക്കും. അതിനാൽ ചൈന അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ ജില്ലകൾ, അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളോട് ചേർന്ന് കിടക്കുന്ന ജില്ലകൾ, സംസ്ഥാനങ്ങൾ, ഒപ്പം പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ, അത്തരം ഗ്രാമങ്ങളിൽ സംഘത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ നടന്നുവെന്നാണ് ഈ വാർഷിക റിപ്പോർട്ടിനകത്ത് വിശദീകരിക്കുന്നത്. ഉമേഷ്. യെസ്, നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി തലസ്ഥാനത്തേക്ക് പോകാം. രശ്മിയുണ്ട്. രശ്മിക്ക് പങ്കുവെക്കാനുള്ള വാർത്ത, സംസ്ഥാനത്ത് വരും മാസങ്ങളിൽ മരുന്ന് ക്ഷാമം അതിരൂക്ഷമാകുമെന്നതാണ്. മരുന്ന് കമ്പനികൾക്ക് കുടിശ്ശിക ഇനത്തിൽ സർക്കാർ നൽകാനുള്ളത് കോടികളാണ്. കമ്പനികൾ പൂർണ്ണമായും മരുന്ന് വിതരണത്തിൽ നിന്ന് പിന്മാറുന്നു. കുടിശ്ശിക ഇനത്തിൽ സർക്കാർ നൽകാനുള്ളത് 543 കോടി രൂപയാണ്. വിവരങ്ങളുമായി രശ്മി ചേരുന്നു. രശ്മി, കഴിഞ്ഞ കുറേ നാളുകളായി ചർച്ച ചെയ്യുകയാണ്. പല മെഡിക്കൽ കോളേജുകളിലും പല സർക്കാർ ആശുപത്രികളിലും ആവശ്യത്തിന് മരുന്നുകൾ ലഭിക്കാനില്ല, ആശുപത്രി ഉപകരണങ്ങൾ ലഭിക്കുന്നില്ല. ഇതിനൊക്കെ പ്രതിസന്ധി ഈ മരുന്ന് സപ്ലൈ ചെയ്യുന്ന കമ്പനികൾക്ക് കൃത്യമായ രീതിയിൽ പണം നൽകുന്നില്ല എന്ന്. ഇപ്പോൾ 543 കോടി രൂപയുടെ വലിയൊരു ബാധ്യതയിലേക്ക് ഈ കടം ചെന്നെത്തിയിരിക്കുന്നു. സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. എത്രത്തോളം രൂക്ഷമാണ് സ്ഥിതി, രശ്മി? ഉമേഷ്, ഈ സംസ്ഥാനത്ത് മരുന്നുക്ഷാമം, അത് വരുന്ന മാസങ്ങളിൽ മരുന്നുക്ഷാമം സംസ്ഥാനത്ത് അതിരൂക്ഷമായി അനുഭവപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഇപ്പോൾ നിലവിൽ മരുന്ന് കമ്പനികൾക്ക് കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളത് 543 കോടി രൂപയാണ്. ഇതിൽ 693 കോടി 78,70,740 രൂപയായിരുന്നു കുടിശ്ശിക ഇനത്തിൽ ആകെ നൽകാനുണ്ടായിരുന്നത്. അതിലൊരു 150 കോടി അടുത്തിടെ നൽകിയിരുന്നു. പിന്നീട് ഒരു 150 കോടി കൂടി നൽകാമെന്നുള്ളത് സർക്കാർ പറഞ്ഞിരുന്നു. പക്ഷേ ഇനി അത് നൽകില്ല എന്നുള്ളൊരു കാര്യത്തിൽ ഏകദേശം വ്യക്തമായിട്ടുണ്ട്. ഇതിൽ ഈ ട്രഷറി ബില്ലടക്കം ഒരു ബില്ലും ട്രഷറിയിലേക്ക് 25-ന് ശേഷം ഇനി നൽകേണ്ടതില്ല എന്നുള്ളൊരു നിർദ്ദേശം വന്നതോടുകൂടിയാണ് ഈ മരുന്ന് കമ്പനികൾക്ക് ഇനി ആ കുടിശ്ശിക ലഭിക്കില്ല. ഈ 150 കോടി കൂടി നൽകാമെന്ന് പറഞ്ഞ് കുടിശ്ശിക ലഭിക്കില്ല എന്നുള്ളൊരു കാര്യത്തിൽ ഉറപ്പായിരിക്കുന്നത്. ഏതായാലും പ്രധാനപ്പെട്ട കമ്പനികൾ, അത് ജോൺസൺ ആൻഡ് ജോൺസൺ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ, ആ കമ്പനികളൊക്കെ ഇനി ഓരോ വർഷം വരുന്തോറും ടെൻഡർ വിളിക്കാറുണ്ട്. അപ്പോൾ ആ ടെൻഡർ വിളിക്കുന്നതിന് മുൻപ് തന്നെ ഈ ടെൻഡറിൽ പങ്കെടുക്കില്ല എന്നുള്ളതാണ് പ്രമുഖ കമ്പനികളെല്ലാം അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം. ഇതിൽ ഓരോ പ്രധാനപ്പെട്ട കമ്പനികൾക്കും കോടിക്കണക്കിന് രൂപയാണ് നൽകാനുള്ളത്. ഈ 600 കോടിയോളം രൂപ കുടിശ്ശിക ഉള്ളപ്പോഴാണ് സർക്കാർ 100 കോടി 150 കോടി രൂപയും അത് നൽകി തീർക്കുന്നത്. അപ്പോൾ ഇനി ഇത് ഇത്തരത്തിൽ പണം നൽകാതെ മരുന്ന് വിതരണം ചെയ്യാനാകില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് പ്രധാന കമ്പനികളെല്ലാം തന്നെ നീങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന മാസങ്ങളിൽ സംസ്ഥാനത്ത് ജീവനരക്ഷാ മരുന്നുകൾക്കുൾപ്പെടെ അതിരൂക്ഷമായൊരു ക്ഷാമം അനുഭവപ്പെടും. മാത്രമല്ല, അപ്പോൾ നിലവിലുള്ള മരുന്നുകൾക്ക്, അതായത് കുറച്ച് കമ്പനികൾ എങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മരുന്നുകൾക്ക് ഉയർന്ന വിലയും നൽകേണ്ട ഒരു സാഹചര്യമാകും. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി വളരെ രൂക്ഷമായി തുടരുകയാണ്. അത് ആരോഗ്യമേഖലയുടെ പ്രവർത്തനങ്ങളെ വളരെ വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കുകയാണ്. അത് ഈ മരുന്നിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ ആരോഗ്യമേഖലയെ പൂർണ്ണമായും അത് താളം തെറ്റിക്കുന്നു. അത് ഈ രോഗികളുടെ ജീവൻ അത് നമുക്ക് രക്ഷിച്ചേ മതിയാകൂ. പക്ഷേ അതിൽ പോലും സർക്കാർ ഇത്തരത്തിലുള്ളൊരു സമീപനം, അതായത് കടം വാങ്ങിയെങ്കിലും ഈ KMCL-നൊക്കെ കൊടുക്കാനുള്ള തുക നൽകി തീർക്കുമെന്നൊക്കെ അടുത്തിടെ ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നു. പക്ഷേ അതും ഇനിയില്ല എന്നുള്ളൊരു കാര്യം പ്രധാന കമ്പനികൾക്കെല്ലാം ബോധ്യമായിട്ടുണ്ട്. ഈ വർഷങ്ങൾക്ക് മുൻപ് വളരെ ചെറിയൊരു തുക കുടിശ്ശികയുള്ള സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ ഈ ഇടത് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അത് 600 കോടി രൂപയിലേക്കൊക്കെ ആ കുടിശ്ശിക എത്തുന്നു എന്ന് പറയുന്നത് വലിയൊരു കണക്ക് തന്നെയാണ്. ഏതായാലും സംസ്ഥാനത്തിൻ്റെ സ്ഥിതി വളരെ രൂക്ഷമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇനി വരുന്ന മാസങ്ങളിൽ KMCL ഉൾപ്പെടെ സർക്കാരിന് നേരിട്ട് കത്ത് നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ കുടിശ്ശിക തുക ഉടൻ തീർക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചീഫ് സെക്രട്ടറിക്കൊക്കെ കത്ത് നൽകിയിരുന്നു. പക്ഷേ അതിലൊന്നും യാതൊരു നടപടിയും ആയിട്ടില്ല. ഇനി പ്രധാനപ്പെട്ട മരുന്നുകൾക്കുൾപ്പെടെ വരുന്ന മാസങ്ങളിൽ അതിരൂക്ഷമായിട്ടുള്ള ക്ഷാമം അനുഭവപ്പെടും എന്നുള്ളൊരു കാര്യത്തിൽ തർക്കമില്ല. ഉമേഷ്, ഈ ഏതെങ്കിലും പ്രത്യേക മേഖലകളിൽ, പ്രത്യേകിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കോഴിക്കോട്, മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണ് മരുന്ന് ക്ഷാമം അതിരൂക്ഷമായുള്ളത്. നിലവിലെ സ്ഥിതിയിൽ അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലേക്ക് പ്രതിസന്ധിയുള്ള ഏതെങ്കിലും മേഖലകളുണ്ടോ, രശ്മി?
നിലവിൽ അത്യാവശ്യത്തിന് മരുന്നുകൾ സ്റ്റോക്കുണ്ട്. ഞാൻ പറഞ്ഞത് ഇനി വരുന്ന മാസങ്ങളിൽ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ചില മരുന്നുകൾ, അതായത് മരുന്നുകൾ കൂടുതലുള്ള ഇടങ്ങളിൽ നിന്ന് കുറവുള്ള ഇടങ്ങളിലേക്ക് മാറ്റിക്കൊണ്ട് താൽക്കാലിക പരിഹാരമാണ് നിലവിൽ ആശുപത്രികളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് തന്നെ ഈ ജനറൽ ആശുപത്രിയിലൊക്കെ നമ്മൾ എത്തിക്കഴിയുകയാണെങ്കിൽ പല പ്രധാനപ്പെട്ട മരുന്നുകളും ആശുപത്രിയിലൊന്നും ലഭ്യമല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. വലിയ വില കൊടുത്തൊക്കെ പുറത്തുനിന്ന് വാങ്ങേണ്ട ചില മരുന്നുകളൊക്കെ തന്നെ ഉണ്ട്. നമ്മൾ തുടർച്ചയായി ജനം TV വാർത്ത ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടയ്ക്ക് മരുന്നുകൾ മുഴുവൻ ആശുപത്രികളിൽ റീസ്റ്റോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് പിന്നീട് 150 കോടി അനുവദിച്ചത്. പിന്നീട് അതിനുശേഷം ഒരു 150 കോടി കൂടി ഉടൻ അനുവദിക്കുമെന്നുള്ളതൊക്കെ സർക്കാർ പറഞ്ഞു. നമ്മൾ നിരന്തരമായി വാർത്ത ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ളൊരു ഇടപെടൽ ഉൾപ്പെടെ ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ വീണ്ടും ആ ഒരു പ്രതിസന്ധിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പലയിടത്തും സ്റ്റോക്ക് കുറയുന്നുണ്ട്. ഉമേഷ് സൂചിപ്പിച്ചത് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ മരുന്ന് ക്ഷാമം അതിരൂക്ഷമായിരുന്നു. തിരുവനന്തപുരത്തും സമാനമായൊരു സാഹചര്യമാണ്. പല ജീവൻ രക്ഷാ മരുന്നുകൾക്ക് ഉൾപ്പെടെ കുറവ് അനുഭവപ്പെടുന്നത്. പക്ഷേ ഒരു രൂക്ഷമായൊരു പ്രതിസന്ധിയിലേക്ക് മാറിയിട്ടില്ല. പക്ഷേ ഇനി വരും മാസങ്ങളിൽ പ്രമുഖ കമ്പനികൾ മരുന്ന് വിതരണം പൂർണ്ണമായും നിൽക്കുന്നതോടുകൂടി, അതായത് ഈ പുതിയ വർഷമാകുമ്പോൾ ടെൻഡർ വിളിക്കും. അപ്പോൾ ടെൻഡർ വിളിക്കുന്നതിന് മുൻപ് തന്നെ പ്രധാനപ്പെട്ട കമ്പനി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോൺസൺ ആൻഡ് ജോൺസൺ ഉൾപ്പെടെയുള്ള കമ്പനികൾ നിലവിൽ ഇപ്പോൾ ടെൻഡറിൽ പങ്കെടുക്കുന്നില്ല, പൂർണ്ണമായും പിന്മാറുകയാണ് എന്നുള്ളത് സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനി മരുന്ന് വിതരണം പൂർണ്ണമായി സംസ്ഥാനത്ത് നിലയ്ക്കും. അത് വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി ഉണ്ടാക്കും. നിലവിലുള്ള മരുന്നുകൾക്ക് അത് വലിയ രീതിയിൽ വില വർധനവും ഉണ്ടാകും. സാധാരണക്കാർക്ക് ആശ്രയമാകേണ്ട ഇത്തരം ആശുപത്രികളിൽ മരുന്ന് കൃത്യമായി ലഭിക്കുന്നില്ല എന്ന പ്രതിസന്ധി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, കുറേ മാസങ്ങളായി കേരളം ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. നേരത്തെ രശ്മി പറഞ്ഞ പോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജും ഒപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജും ഒക്കെയാണ് ഇത്ര പ്രതിസന്ധിയിൽ അതിരൂക്ഷമായി നിൽക്കുന്നത്. വരും മാസങ്ങളിൽ സമാനമായ രീതി തുടരും. ഒപ്പം അതിരൂക്ഷമായ രീതിയിലേക്ക് മരുന്ന് ക്ഷാമം പോകുമെന്നൊക്കെയാണ് രശ്മിയുടെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, ഇന്ന് ലോക ജലദിനം. ഒരു തുള്ളി ജലം പോലും നമ്മൾ പാഴാക്കരുത്. ഓരോ തുള്ളി ജലവും സൂക്ഷിച്ചുപയോഗിക്കണം. കാലാവസ്ഥാ വ്യതിയാനവും ഭൂമിയിലെ ചൂട് വർദ്ധിക്കുന്നതും ശുദ്ധ ജലലഭ്യതയെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ഒരു തുള്ളി ജലം പോലും നഷ്ടപ്പെടാതെ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത ലോക ജനതയെ ബോധ്യപ്പെടുത്താനാണ് ലോക ജലദിനം ആചരിക്കപ്പെടുന്നത്. ഇന്ന് മാർച്ച് 22 ലോക ജലദിനം. ഓരോ തുള്ളി ജലവും സൂക്ഷിച്ചുപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത ലോക ജനതയെ ബോധ്യപ്പെടുത്താനാണ് ലോക ജലദിനം ആചരിക്കുന്നത്. ജലത്തിന്റെ ഉത്തരവാദിത്ത ബോധത്തോടെയുള്ള ഉപയോഗവും എല്ലാ പേർക്കും സുരക്ഷിതമായ രീതിയിൽ ജലത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്താനും ലോക ജലദിനം ലക്ഷ്യമിടുന്നു. ലോക ജലദിനം എന്ന നിർദ്ദേശം ആദ്യമായി ഉയർന്നു വന്നത് 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ ചേർന്ന UN കോൺഫറൻസ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റിലാണ്. ഇതേ തുടർന്ന് UN ജനറൽ അസംബ്ലി 1993 മാർച്ച് 22 ജലദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. കുടിവെള്ളത്തിന് സ്വർണത്തേക്കാൾ വില വരുന്ന കാലത്തേക്കാണ് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. ഭൂമിയിൽ ജനസംഖ്യ ഉയരുകയും ശുദ്ധജലം കുറയുകയും ചെയ്യുന്ന സ്ഥിതി വരാൻ പോവുകയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ജലക്ഷാമം നേരിടുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് വരുന്നു. നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകളെല്ലാം ദിനം പ്രതി മലിനമായിക്കൊണ്ടിരിക്കുന്നു. പല മഹാനദികളും മാലിന്യ കുമ്പാരങ്ങളാണ്. കിണറുകളും കുളങ്ങളും പുഴകളുമെല്ലാം രാസമാലിന്യവും ഖരമാലിന്യവും കൊണ്ട് മലീമസമായിക്കൊണ്ടിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഭൂമിയിലെ ചൂട് വർദ്ധിക്കുകയും ഹിമപാളികൾ എക്കാലത്തെക്കാളും വേഗത്തിൽ ഉരുകുകയും ചെയ്യുന്നു. ഇത് എണ്ണമറ്റ സമൂഹങ്ങളുടെ ആവാസ വ്യവസ്ഥയുടെ നാശത്തിന് കാരണമാകുന്നു. ഇത് നിയന്ത്രിക്കാൻ ഹരിതഭൂമിയിലേക്ക് നമ്മൾ മടങ്ങണം. ഹിമാനികൾ സംരക്ഷിക്കുക എന്നത് മനുഷ്യരുടെയും ഭൂമിയുടെയും നിലനിൽപ്പിന് ആവശ്യമാണ്. രാജ്യത്തെ ജനതയുടെ പൊതുജനാരോഗ്യവും സമൃദ്ധിയും ഭക്ഷണവും ഊർജ സംവിധാനവും സാമ്പത്തിക ഉൽപാദനക്ഷമതയും പാരിസ്ഥിതിക സമഗ്രതയുമൊക്കെ നന്നായി പ്രവർത്തിക്കുന്നത് ജലചക്രത്തെ ആശ്രയിച്ചാണ്. രാജ്യത്തെ ജലസംരക്ഷണവും മഴവെള്ള സംരക്ഷണവും വർദ്ധിപ്പിക്കുന്നതിനായി ജലശക്തി മന്ത്രാലയം രാജ്യവ്യാപകമായി ജൽശക്തി അഭിയാൻ എന്ന പ്രമേയം ഏറ്റെടുത്ത് നടപ്പാക്കുന്നു. 2025 ലോക ജലദിനത്തിന്റെ സന്ദേശവും പ്രമേയവും ഹിമാനി സംരക്ഷണം എന്നതാണ്. ഇന്ന് ലോക ജലദിനം. കുടിവെള്ളത്തിനായി ദാഹിച്ചു പാലക്കാട് എലപ്പുള്ളി ഗ്രാമം. ടാങ്കർ ലോറി വെള്ളത്തിനെ കാത്ത് സ്ഥലവാസികൾ. ചെക്ക് ഡാം തകർത്തതിനെ പറ്റിയുള്ള അന്വേഷണവും ജലരേഖ. മദ്യനിർമ്മാണ കമ്പനിയുമായി സർക്കാർ മുന്നോട്ട്.
ആശമാരുടെയും അംഗനവാടി ജീവനക്കാരുടെയും സമരത്തിൽ CPM പ്രാദേശിക ഘടകങ്ങൾക്ക് ആശങ്ക. സമരം നീളുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തൽ. ആശാസമരം 41ാം ദിവസത്തിലേക്ക്. 3ാം നാളെ നിരാഹാര സമരവുമായി നേതാക്കൾ. പാർലമെന്റ് ഭീകരാക്രമണ കേസ് പ്രതിയെ ന്യായീകരിച്ചു വെൽഫെയർ പാർട്ടി. അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത് പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താനെന്ന ഫൗസിയ ആരിഫ്. വനിതാ നേതാവിന്റെ ന്യായീകരണ പ്രസംഗം വടകരയിലെ SDPI പരിപാടിയിൽ. പെരുമ്പിലാവ് കൊലക്കേസിലെ മുഖ്യപ്രതി പിടിയിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ലിഷോയാണ് അറസ്റ്റിലായത്. 3 കൂട്ടുപ്രതികളും കസ്റ്റഡിയിൽ. കൊലയ്ക്ക് കാരണം ലഹരിക്കച്ചവടത്തിലെ തർക്കം. മൈസൂരിലെ പരമ്പര വൈദ്യൻ ഷബാ ഷെരീഫിന്റെ കൊലപാതക കേസിൽ ശിക്ഷാവധി ഇന്ന്. മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതി കുറ്റക്കാരെ കണ്ടെത്തിയത് 1ഉം 6ഉം പ്രതികളെ. കുറുപ്പമ്പടിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ അമ്മ അറസ്റ്റിൽ. അമ്മയ്ക്കെതിരായ കേസ് പീഡന വിവരം മറച്ചുവെച്ചതിന് നിർണായകമായത് കുട്ടികളുടെയും ക്ലാസ് ടീച്ചറുടെയും മൊഴി. IPL 18ാം സീസണിന് ഇന്ന് തുടക്കം. ആദ്യ മത്സരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിൽ. മത്സരം ഇന്ന് വൈകിട്ട് 7:30 ഈഡൻ ഗാർഡൻസിൽ. ഇനി ഈ മണിക്കൂറിലെ വാർത്തകൾ വിശദമായി പരിശോധിക്കാം. ഒന്നുകൂടി നമുക്ക് രാജ്യതലസ്ഥാനത്തേക്ക് ഡൽഹിയിലേക്ക് പോകണം. ഗൗതം തയ്യാറാണ്. ഗൗതമിന് പങ്കുവെക്കാനുള്ള വാർത്ത. വിഘടനവാദ നീക്കവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. മണ്ഡല പുനർനിർണ്ണയത്തിനെതിരെ സ്റ്റാലിൻ വിളിച്ച മുഖ്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ചെന്നൈയിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഗൗതം ചേരുന്ന വിവരങ്ങളുമായി. ഗൗതം, കഴിഞ്ഞ കുറേ നാളുകളായി സ്റ്റാലിൻ സർക്കാർ ശ്രമിക്കുന്നത് ഭാരതത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ അല്ലെങ്കിൽ BJP ഇതര സർക്കാരുകളെ ഒത്തുചേർത്തുകൊണ്ടൊരു വിഘടനവാദ പ്രവർത്തനമാണത്. ഭാഷയുടെ പേരിലാണെങ്കിലും പലതരത്തിലുള്ള നീക്കങ്ങളുടെ പേരിലാണെങ്കിലും ഒക്കെ ആ ശ്രമം ധാരാളമായി നടക്കുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം മണ്ഡല പുനർനിർണ്ണയവുമായി ബന്ധപ്പെട്ട് അത്തരമൊരു കൂട്ടായ്മയ്ക്കാണോ സ്റ്റാലിൻ ഈ ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്? ഗൗതം. ഉമേഷ്, തുടർച്ചയായി വിഘടനവാദത്തിൻ്റെയും സങ്കുചിതമായ ചില ആശയങ്ങളുടെയും ഒക്കെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ MK സ്റ്റാലിൻ മറ്റൊരു യോഗം ഇന്ന് തമിഴ്നാടിൻ്റെ തലസ്ഥാനമായ ചെന്നൈയിൽ വിളിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൻ്റെ അടിസ്ഥാനം എന്നത് മണ്ഡല പുനർനിർണ്ണയം നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോവുകയാണ്. കാരണം രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ, ജനസംഖ്യ എന്നത് അത് വലിയ തോതിൽ വളർന്നിരിക്കുന്നു. നമുക്കറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും ജനസംഖ്യയുള്ള രാഷ്ട്രമായി ഇപ്പോൾ ഭാരതം വന്ന് നിൽക്കുകയാണ്. ചൈനയെ ഉൾപ്പെടെ കടന്നുകൊണ്ട് നമ്മുടെ ജനസംഖ്യ കൂടി. അതിനനുസരിച്ച് ഇനിയും MP-മാരുടെയും അതോടൊപ്പം തന്നെ ലോക്സഭാ മണ്ഡലങ്ങളുടെയും എണ്ണം കൂടി കൂട്ടിയാൽ മാത്രമേ കേന്ദ്ര പദ്ധതികളാണെങ്കിലും മറ്റ് വികസന പദ്ധതികളാണെങ്കിലും ഇതെല്ലാം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കൂ. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അടുത്തിടെ കേന്ദ്ര സർക്കാർ വളരെ വിപുലമായ പാർലമെന്റ് മന്ദിരമൊക്കെ നിർമ്മിച്ചത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോഴത്തെ ലോക്സഭയുടെ അംഗബലമായിട്ട് 543 സീറ്റുകളാണ് ഉള്ളത്. പക്ഷേ ഈ മണ്ഡല പുനർനിർണ്ണയം കഴിഞ്ഞാൽ അത് 888 എന്നൊരു വലിയ നമ്പറിലേക്ക് എത്തുകയാണ്. കാരണം ജനസംഖ്യ കൂടുമ്പോൾ അതിനനുസരിച്ച് ജനങ്ങളെ സേവിക്കേണ്ട പാർലമെന്റ് അംഗങ്ങളുടെയും ഒക്കെ എണ്ണം കൂടണം. അതിനാൽ പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ മണ്ഡല പുനഃസംഘടന അടുത്ത വർഷം കേന്ദ്ര സർക്കാർ നടത്താൻ പോകുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഘടനവാദ ശ്രമത്തിന് തുടക്കം കുറിക്കുന്നത്. ഈ യോഗത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ ആം ആദ്മി പാർട്ടിയുടെ ഇപ്പോഴത്തെ ഏക മുഖ്യമന്ത്രിയായിട്ടുള്ള പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ, അങ്ങനെ ഈ 3 മുഖ്യമന്ത്രിമാർ മാത്രമേ സ്റ്റാലിൻ വിളിച്ചിട്ടുള്ള ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുള്ളൂ. നമുക്കറിയാം, ഈ മുഖ്യമന്ത്രിമാർ ഇവർ 3 മാത്രമല്ല, പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ ഇനിയുമുണ്ട്. പക്ഷേ അവരൊന്നും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന കാര്യം കൂടി എടുത്തു കാണേണ്ടതുണ്ട്. മാത്രമല്ല, സ്റ്റാലിൻ ഈ യോഗത്തിലേക്ക് BRS-നെയും അതുപോലെ തന്നെ
ഒഡീഷയിലെ നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദളിനെയും ഒക്കെ ക്ഷണിച്ചിരുന്നു. ഈ രണ്ട് പാർട്ടികളും അവരുടെ പ്രമുഖരായിട്ടുള്ള, അതായത് ചന്ദ്രശേഖർ റാവുവോ അതല്ലെങ്കിൽ ഒഡീഷയിൽ നിന്നും നവീൻ പട്നായിക്കോ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. മറിച്ച് അവരുടെ രണ്ട് പ്രതിനിധികൾ മാത്രമാണ് ഈ യോഗത്തിലേക്ക് എത്തുന്നത്. അതായത് സ്റ്റാലിൻ ഒരു നേതാവാകാൻ നടത്തുന്ന ശ്രമങ്ങളെ പ്രതിപക്ഷ നിരയിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ തന്നെ മറ്റ് പാർട്ടികൾ വലിയ തോതിൽ സ്വീകരിക്കുന്നില്ല എന്നതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിനാൽ ഈ യോഗത്തിന് ആ രീതിയിലുള്ള വലിയ പ്രാധാന്യം ദേശീയ തലത്തിൽ ലഭിക്കാൻ സാധ്യതയില്ല. കാരണം പ്രതിപക്ഷ നിരയിൽ നിന്ന് തന്നെയുള്ള മുഴുവൻ മുഖ്യമന്ത്രിമാരോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെ പ്രമുഖ നേതാക്കളോ ഈ യോഗത്തിലേക്ക് എത്തുന്നില്ല. അതിനാൽ തന്നെ സ്റ്റാലിൻ്റെ ഉദ്ദേശ ലക്ഷ്യം അത് കൃത്യമായി രാഷ്ട്രീയമായി സ്റ്റാലിന് ഗുണം ചെയ്യുമോ എന്ന കാര്യം സംശയമാണ്. പക്ഷേ വിഘടനവാദത്തിൻ്റെ ഒരു ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സ്റ്റാലിൻ വീണ്ടും വീണ്ടും ശ്രമിക്കുകയാണ്. കാരണം ഇതിപ്പോൾ മണ്ഡല പുനർനിർണയമായി മാത്രമല്ല, നമുക്കറിയാം അനാവശ്യമായിട്ടുള്ളൊരു ഭാഷാ വിവാദത്തിന് കൂടി സ്റ്റാലിൻ അടുത്തിടെ തിരികൊളുത്തി വിട്ടിരുന്നു. 60കളിലും 70കളിലുമൊക്കെ നമ്മുടെ രാജ്യത്ത് കണ്ടതുപോലെ ഒരു ഭാഷാ യുദ്ധത്തിന് വീണ്ടും തങ്ങൾ തയ്യാറാണ് എന്നൊരു ആഹ്വാനമാണ് ഭരണഘടനാ പദവിയിൽ ഇരുന്നു കൊണ്ട് MK സ്റ്റാലിൻ അടുത്ത കാലത്ത് നടത്തിയത്. തമിഴ്നാട്ടുകാർ അല്ലെങ്കിൽ തമിഴന്മാർ തമിഴ് ഭാഷ മാത്രം പഠിച്ചാൽ മതി, മറ്റു ഭാഷകളൊന്നും പഠിക്കേണ്ടതില്ല എന്ന വളരെ വിചിത്രമായ വാദഗതികൾ മുന്നോട്ട് വയ്ക്കുന്നു. എന്നാൽ അതേ സ്റ്റാലിൻ്റെയും അതോടൊപ്പം തന്നെ DMKയുടെയും നേതാക്കളുടെ മക്കളെയെല്ലാം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിക്കുന്ന ഇംഗ്ലീഷ് സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുമ്പോഴാണ് സാധാരണക്കാരായ തമിഴ്നാട്ടിലെ പാവപ്പെട്ടവരോട് സാധാരണ തമിഴിനോട് നിങ്ങൾ തമിഴ് മാത്രം പഠിച്ചാൽ മതി എന്ന ആഹ്വാനം നടത്തി ഒരു വിഘടനവാദത്തിൻ്റെ സങ്കുചിതമായ ഭാഷാവാദത്തിൻ്റെ വലിയ രീതിയിലുള്ള സ്പർദ്ധ ഈ MK സ്റ്റാലിൻ പടർത്താൻ ശ്രമിച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജ്യത്തെ മറ്റൊരു പുരോഗമനപരമായിട്ടുള്ള നീക്കം ഏതാണ്ട് 888 ലോക്സഭാ മണ്ഡലങ്ങളായി ഉയർത്തിക്കൊണ്ടുവരുന്ന ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലുള്ള മണ്ഡല പുനർനിർണയത്തെ എതിർത്തുകൊണ്ട് ഇതിപ്പോൾ ചെന്നൈയിൽ ഇത്തരമൊരു യോഗം തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഉമേഷ്, അതിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്നുണ്ട് എന്നാണ് ഏറെ ശ്രദ്ധേയം. നമുക്ക് എന്തായാലും വിശദമായ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് പോകേണ്ട ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് വരും മണിക്കൂറുകൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചയിലേക്ക് വരാം. ഗൗതം, ഇപ്പോൾ എന്തായാലും നമുക്ക് വളരെ വേഗം ഒന്ന് മൂകാംബികയിലേക്ക് പോകണം. ഭക്തിയുടെ പാരമ്പര്യത്തിലാണ് ഇപ്പോൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. അരുൺ കൊടുങ്ങൂരുണ്ട് മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന്, കൊല്ലൂരിൽ നിന്ന്. മഹാരഥോത്സവത്തിൻ്റെ തയ്യാറെടുപ്പുകളെല്ലാം അവിടെ പൂർത്തിയായിട്ടുണ്ട്. പൂജകളൊക്കെ പുരോഗമിക്കുന്നു. രാവിലെ 11:15 രഥംവലിയുടെ മുഹൂർത്തം. ആ സമയത്താണ് രഥംവലിയുടെ ചടങ്ങുകൾ ആരംഭിക്കുക. എന്നാൽ പിന്നീട് ക്ഷേത്രത്തിന് പുറത്തേക്ക് രഥം എഴുന്നള്ളിക്കുക ഏതാണ്ട് 5 മണിയോടുകൂടിയാണ്. അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട് ക്ഷേത്രത്തിൽ നിന്ന്. അരുൺ, ചടങ്ങുകളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? 11:15 മുഹൂർത്തം എന്ന് മനസ്സിലാക്കുന്നു. തിരക്കിൻ്റെ ഒരു പാരമ്പര്യത്തിലേക്ക് കൊല്ലൂർ എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ കൊടുങ്ങൂര്? തീർച്ചയായും തിരക്ക് വരുന്നതേ ഉള്ളൂ. എന്തായാലും 11:15 വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ കണക്ക് കൂട്ടുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഇപ്പോഴില്ല എങ്കിൽ പോലും ഇന്നലെ വൈകുന്നേരങ്ങളിലടക്കം വലിയ ഒരു തിരക്കുണ്ടായിരുന്നു. എന്തായാലും മുഹൂർത്തത്തിൻ്റെ ആ ഒരു സമയത്തേക്ക് എത്തുന്ന ആ ഒരു വേളയിൽ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഇവിടെ ഉണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. 11:15 ഈ രഥം വലിയുടെ മുഹൂർത്തമുള്ളത്. ആ ഒരു സമയത്തേക്ക് വലിയ രീതിയിലുള്ള മലയാളികളടക്കമുള്ള വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം ഇവിടേക്ക് ഉണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. എന്തായാലും രാവിലെയൊക്കെ തന്നെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസമാണ് മൂകാംബിക ക്ഷേത്രത്തെ സംബന്ധിച്ചോളം ഇന്ന് എന്നതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. എന്തായാലും അങ്ങനെ വലിയ ഒരു തിരക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. മലയാളികളടക്കം ഉള്ള ഒരുപാട് തീർത്ഥാടകരുണ്ട്. ആ തീർത്ഥാടകരുടെ പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് പോകാം. എല്ലാ വർഷവും വരാറുള്ളതാണ്. എങ്ങനെയാണ്? എല്ലാ വർഷവും ക്ഷേത്രത്തിൽ എത്താറുണ്ടെങ്കിലും ഇത്തവണയാണ് എനിക്ക് രഥോത്സവത്തിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചത്. അതിന് കാലകൂട്ടി തന്നെ ഇന്നലെ രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഇന്ന് രാവിലെയും അമ്മയെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചു, അനുഗ്രഹം തേടി. ശരിക്കും വളരെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ആനന്ദമാണ് ഓരോ തവണയും ഇവിടെ കൊല്ലൂർ എത്തിച്ചേരുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. അതിലുപരിയായിട്ട് ജാതിമത വർഗ വർണ്ണ രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തുന്ന ഒരു കാഴ്ച, അത് നമുക്ക് ഓരോ വരവും നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. ശരിക്കും പൂർവ്വജന്മ പുണ്യമാണ് ഇന്ന് ഈ മണ്ണിൽ നിൽക്കാൻ കഴിയുക എന്നാണ് അല്പസമയങ്ങൾക്ക് മുമ്പ് സുബ്രഹ്മണ്യ അടിക പറഞ്ഞത്. അത് ഒരു അക്ഷരാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരുപാട് ആളുകൾ ഈ ഒരു ദിവസം ഇങ്ങനത്തേക്ക് തീർച്ചയായിട്ടും അത് അമ്മയുടെ ഒരു നിയോഗമായിട്ട് അമ്മയുടെ ആ ഒരു ആശീർവാദം ഉള്ളത് കൊണ്ട് തന്നെയാണ് എത്തിച്ചേരാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ഔദ്യോഗിക തിരക്കുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇവിടെ എത്തിച്ചേരുക അതൊരു പ്രത്യേകമാണ്. നമുക്ക് അതിന് എല്ലാ സാഹചര്യങ്ങളും ഒത്തു വരുന്നുണ്ട്. അമ്മയെ കാണാനായിട്ട് കൂടെ വരാൻ സാധിക്കുന്നുണ്ട്. മാസത്തിൽ ഒരു തവണയെങ്കിലും ഇപ്പോൾ എത്തിച്ചേരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഏറ്റവും
സന്തോഷകരമായ ഭാഗ്യങ്ങൾ നിറഞ്ഞ ഒരനുഭവം. എങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം ഇവിടെ നിൽക്കാൻ പറ്റി? എങ്ങനെയാണ് ഈ ഒരു അനുഭവത്തെ കാണുന്നത്? തീർച്ചയായും ഇന്നത്തെ അനുഭവം എന്നെ സംബന്ധിച്ച് വലിയൊരു അനുഭവമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സഹോദരിയുടെ ബാല്യകാഴ്ച കാരണം ഈ പോക്ക് ഞാൻ വരാൻ പറ്റില്ലെന്ന് സങ്കടത്തിലിരിക്കുകയായിരുന്നു. നേരത്തെ പ്ലാൻ ചെയ്തതാണ്, പക്ഷേ അത് മുടങ്ങിപ്പോയി. പെട്ടെന്ന് അത് മാറ്റിവെക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ഇതിൽ പങ്കെടുക്കാനുള്ള ഒരു സൗഭാഗ്യം ലഭിച്ചു. അമ്മ വിളിക്കുമ്പോൾ മാത്രമേ ഇവിടെ വരാൻ പറ്റൂ. അമ്മ നമ്മൾ കാണണമെന്ന് തോന്നി കഴിഞ്ഞാൽ അമ്മ നമ്മൾ വിളിക്കുകയും ചെയ്യും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അത്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ സിസ്റ്ററിൻ്റെ പാലുകാച്ച് മാറ്റി വയ്ക്കും എനിക്ക് വരാൻ കഴിയുമെന്ന് തോന്നുന്നു. അതുമാത്രമല്ല, ട്രെയിൻ ടിക്കറ്റ് പോലും ഞാൻ ലാസ്റ്റ് മൊമെൻറ്റ് വീട്ടിൽ കൺഫേമായും കിട്ടി. ശരിക്കും അമ്മയുടെ അനുഗ്രഹം. നമ്മൾ ഒരു തവണ സ്നേഹിച്ചാൽ അമ്മ 100 മടങ്ങാണ് നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്നത്. അപ്പോൾ അത്രയും അമ്മ സർവ്വം സഹായ അമ്മ. കാരണം നമ്മളൊന്നും അത്ര പ്യൂറസ്റ്റ് ഫാമിലുള്ള ആൾക്കാരല്ല. എന്നിട്ടും നമ്മൾ ഒരു ചെറിയ സ്നേഹത്തിന് അമ്മ 100 ഇരട്ടിയായിട്ട് നമ്മളെ സ്നേഹിക്കുകയാണ്. അപ്പോൾ നമ്മൾ അത്ര യോഗ്യനാണോ എന്ന് പോലും ചിലപ്പോൾ തോന്നാറുണ്ട്. വളരെ സന്തോഷമാണ് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതിലും. കാരണം ഒരു ഭാഗ്യമായിട്ട് കൊടുത്തു. എന്താ പറയുക, പൂർവ്വജന്മത്തിൻ്റെയൊക്കെ ഒരു അനുഗ്രഹമായിരിക്കാം ഇന്നിങ്ങനെയൊക്കെ വന്ന് പങ്കെടുക്കാൻ കഴിയുന്നത്, അമ്മയുടെ സ്നേഹം കിട്ടുന്നതിനുള്ളൊരു ഭാഗ്യം ലഭിക്കുന്നതിനും. എങ്ങനെയാണ് ചേട്ടാ, എല്ലാ വർഷവും വരാറുള്ളതാണ്? എങ്ങനെയാണ്? എല്ലാ വർഷവും വരാറുണ്ട്, മാസത്തിലും വരാറുണ്ട്. പരമാവധി അമ്മയെ കാണുക എന്ന് കഴിഞ്ഞാൽ ഒരു സന്തോഷവും അനുഭൂതിയുമാണ്. അമ്മയുടെ ഒരു അനുഗ്രഹം ഉള്ളത് കൊണ്ടായിരിക്കാം ഇവിടെ ഇങ്ങനെ എത്തിപ്പെടാൻ പറ്റുന്നത്. പ്രത്യേക ഒരു അനുഭൂതിയാണ് ഇവിടെ വന്ന അമ്മേനെ കണ്ടാൽ. ഒരു പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രയും അധികം ഒരു രഥോത്സവത്തിന് എല്ലാ തവണയും ഇങ്ങനെ എത്താറുണ്ടോ? എങ്ങനെയാണ്? എല്ലാ തവണയും എത്താൻ പറ്റാറുണ്ട്. അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ എത്താൻ പറ്റുന്നതെന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് ഇപ്പോൾ എല്ലാ രഥോത്സവത്തിനും കൂടെ എത്താൻ പറ്റാറുണ്ട്. നവമിക്കായാലും ശരി, പുറത്തെ രഥോത്സവത്തിനായാലും ശരി, അമ്മയുടെ ഒരു അനുഗ്രഹമായിരിക്കാം, ഒരു പുണ്യം. പക്ഷേ അത് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ള ഒരു കാര്യം. അമ്മ ഇങ്ങോട്ട് വിളിക്കുക, അമ്മയുടെ അനുഗ്രഹത്തിലേക്ക് ഈ മണ്ണിലേക്ക് എത്തുക. അത് തന്നെയാണ് ഈ ഒരു ജന്മ സാഫല്യം എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആ ഒരു മുഹൂർത്തത്തിലേക്ക് തന്നെയാണ് എല്ലാവരും കടന്നിരിക്കുന്നത്. എന്തായാലും കനത്ത ചൂടുണ്ട്, പക്ഷേ അതിനെയൊക്കെ തന്നെ അതിജീവിച്ച് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം ക്ഷേത്ര സന്നിധിയിലേക്ക് ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ രഥത്തിൽ നിന്നും വർഷിക്കുന്ന ആ നാണയത്തൊട്ടുകൾ അത് ജീവിതത്തിലേക്ക് വരുന്ന വർഷങ്ങളിൽ ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഉയർച്ചയ്ക്ക്, മുന്നോട്ടുള്ള നേട്ടങ്ങൾക്കെല്ലാം തന്നെ അതൊരു വലിയ കാരണമാകും. അതുകൊണ്ട് ആ നാണയം കിട്ടുക എന്നുള്ളതാണ് ഇവിടെ എത്തുന്ന എല്ലാ ഭക്തരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി അവർ കാണുന്നത്. എന്തായാലും അമ്മയുടെ അനുഗ്രഹം തേടി ഇനി ആ മഹാരഥോത്സവത്തിനായുള്ള ഒന്ന് ഇടപെടുകയാണ്. നമ്മുടെ യൂട്യൂബിലൊക്കെ പല പ്രേക്ഷകരും പങ്കുവെക്കുന്നു, ക്ഷേത്രത്തിനുള്ളിലെ ദൃശ്യങ്ങളും വിശേഷങ്ങളും ഒക്കെ കാണണമെന്ന്. ഈ ഭക്തരുടെ പ്രതികരണമൊക്കെ കണ്ടു. എന്നാൽ ക്ഷേത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നതും ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷമൊക്കെ കാണാൻ ആളുകൾ താല്പര്യപ്പെടുന്നുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോയി വിശദാംശങ്ങൾ പങ്കുവെക്കുമോ? തീർച്ചയായും ഇന്ന് ഏറ്റവും വർണ്ണാഭമായ രീതിയിലേക്കാണ് ക്ഷേത്രം അണിയിച്ച് ഒരുക്കിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ വിവിധ വർണ്ണങ്ങളിലുള്ള പൂവുകൾ കൊണ്ട് അമ്മയുടെ ഈ തിരുസന്നിധി, മൂകാംബിക ദേവിയുടെ ഈ ഒരു സന്നിധി ഒന്നാകെ ഒരുക്കിയിരിക്കുകയാണ്. നമ്മൾ രാവിലത്തെ ദൃശ്യങ്ങളിൽ തന്നെ രഥം ഒരുക്കി അതിന് രഥോത്സവത്തിന് തയ്യാറെടുക്കുന്ന ആ ഒരു ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് എത്തിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു ദൃശ്യങ്ങൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ വിവിധ വർണ്ണങ്ങളിലുള്ള പൂവുകൾ കൊണ്ടൊക്കെ തന്നെ ഏറ്റവും മനോഹരമായി ഈ ക്ഷേത്ര സന്നിധി ഒന്നാകെ അണിയിച്ചൊരുക്കിയിരിക്കുകയാണ്. എല്ലായിടങ്ങളിലും ദേവീ മന്ത്രസ്തുതികൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക്, ഏറ്റവും പവിത്രമായ, ഏറ്റവും പുണ്യമായ ആ ഒരു നിമിഷത്തിലേക്ക് കാത്തിരിക്കുകയാണ്. മലയാളികളടക്കമുള്ള ഒരു തീർത്ഥാടകരുടെ വലിയ ഒരു സഞ്ചയം കൂടി ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. കേരളത്തിന് പുറത്ത് മലയാളികൾ എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം കൂടിയാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഇന്നലെ വൈകിട്ടൊക്കെ തന്നെ അനുഭവപ്പെട്ടിരുന്നു. ഇന്നും അതിന് സമാനമായ രീതിയിലുള്ള ഒരു തിരക്ക് ഉണ്ടാകും. എന്തായാലും ആ ഒരു രഥം വലിയുടെ ആ ഒരു മുഹൂർത്തത്തിലേക്ക് കടക്കുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഈ ക്ഷേത്ര സന്നിധിയിൽ ഉണ്ടാകും. അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാകുക എന്നതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ക്ഷേത്രം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉള്ള വിശദീകരണവും അത് തന്നെയാണ്. എന്തായാലും എല്ലായിടങ്ങളും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലേക്ക്, അക്ഷരാർത്ഥത്തിൽ ഭക്തിയുടെ പാരമ്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. കൊല്ലൂരിൽ നിന്ന് അരുൺ കൊടുങ്കൂറാണ് വിശദമായ വിവരങ്ങളും ദൃശ്യങ്ങളും ഒക്കെ പങ്കുവച്ചത്. രഥോത്സവത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. ഇനി കാത്തിരിപ്പാണ്. ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ആ മുഹൂർത്തത്തിലുള്ള കാത്തിരിപ്പാണ്. 11:15 പുറത്തെ രഥത്തിലേക്ക് ദേവിയെ എഴുന്നള്ളിക്കും. 11:15 രഥം വലിയുടെ മുഹൂർത്തം. വൈകിട്ട് 5 മണിയോടുകൂടിയാണ് രഥത്തിലുള്ള എഴുന്നള്ളത്ത് നടക്കുക.
നമുക്കൊന്ന് കോഴിക്കോടേക്ക് പോകാം. കോഴിക്കോട് തൊട്ടിൽപ്പാലത്ത് വസ്ത്രശാലയിൽ 12കാരന് നേരെ ആക്രമണം. വസ്ത്രം മാറിയെടുക്കാൻ എത്തിയ 12കാരന് നേരെയായിരുന്നു ജീവനക്കാരൻ്റെ ആക്രമണം. സംഭവത്തിൽ ജീവനക്കാരൻ അശ്വന്ത് പോലീസ് പിടിയിലായിട്ടുണ്ട്. പരിക്കേറ്റ വിദ്യാർത്ഥി കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, എന്താണ് സംഭവം? രാവിലെ മുതൽ ഇതിങ്ങനെ ഫ്ലാഷ് ന്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. 12 വയസ്സുകാരൻ മർദ്ദനമേറ്റുവെന്ന്. എന്താണ് സംഭവം? പോലീസ് നൽകുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ാണ് 12കാരനായിട്ടുള്ള കുട്ടി ഇതേ കടയിൽ നിന്ന് ഒരു വസ്ത്രം വാങ്ങുന്നത്. അത് മാറ്റിയെടുക്കാൻ വേണ്ടി ഇന്നലെ വൈകിട്ട് വസ്ത്രാലയത്തിൽ എത്തിയ സമയത്താണ് ജീവനക്കാരിൽ നിന്ന് മോശമായ പെരുമാറ്റം ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആദ്യം ഈ 12കാരനെ അവിടുത്തെ ജീവനക്കാരനായിട്ടുള്ള അശ്വന്ത് അയാളുടെ കഴുത്തിന് പിടിച്ച് തള്ളുകയാണ്. കഴുത്തിന് പിടിച്ച് ഉന്തി നിലത്തിടുന്നു. പിന്നീട് അവിടെ നിന്ന് എണീപ്പിച്ചതിന് ശേഷം വീണ്ടും കഴുത്തിന് പിടിച്ച് ഈ വസ്ത്രാലയത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ കാണുവാൻ വേണ്ടി സാധിക്കും. ഈ വസ്ത്രം മാറ്റിയെടുക്കാൻ ഒന്നുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇത്തരത്തിലൊരു അക്രമത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കുട്ടിയുടെ പിതാവും ആ സമയത്തുണ്ടായിരുന്നു. ആ സമയത്ത് കൂടി ഉണ്ടായിരുന്നു, വസ്ത്രാലയത്തിലുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ജീവനക്കാരും ഒക്കെ ആയിട്ട് പിതാവും ഈ ജീവനക്കാരും തമ്മിൽ വാക്കേറ്റമൊക്കെ ഉണ്ടായിരുന്നു. തുടർന്നാണ് കുറ്റ്യാടി പോലീസിൽ ഇവർ പരാതി നൽകിയത്. കുറ്റ്യാടി പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അശ്വന്തിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അശ്വന്ത് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയും തേടി. കഴുത്തിനാണ് പിടിച്ച് തള്ളിയിട്ടുള്ളത്. അതിന്റെ നിസ്സാരമായ പരിക്കും ഈ കുട്ടിക്ക് ഏറ്റിട്ടുണ്ട്. ഉമേഷ്, അല്ല ഗോകുൽ, എന്തിനാണ് ഈ മർദ്ദിച്ചത് എന്ന കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത വരുന്നുണ്ടോ? എന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടോ? കാരണം വസ്ത്രം മാറിയെടുക്കാൻ എത്തുന്ന ഒരു കസ്റ്റമറാണ്, ഒരു ഉപഭോക്താവാണ്. ആ കുട്ടിയോട് എന്തിനാണ് ഇത്തരത്തിൽ മോശമായി പെരുമാറിയെന്ന കാര്യത്തിൽ എന്തെങ്കിലും സൂചന പോലീസ് നൽകുന്നുണ്ടോ? വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നതേ ഉള്ളൂ. ഇന്നലെ തന്നെ കസ്റ്റഡി എടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇയാളിൽ നിന്ന് മൊഴി എടുത്തുകൊണ്ടിരിക്കുക എന്നാണ് അറിയുന്നത്. വ്യാഴാഴ്ച എടുത്ത വസ്ത്രമാണ് പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം മാറാൻ വന്നത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന രീതിയിലൊരു വിമർശനമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യമാണ് ജീവനക്കാരൻ പറഞ്ഞത് എന്നാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. പോലീസിൽ നിന്ന് ലഭിച്ച വിവരമല്ല. അവര് ഈ വക കാര്യങ്ങൾ അല്പസമയത്തിനകം തന്നെ ഇയാളെ റിമാൻഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അറിയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗോകുലാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. വസ്ത്രം മാറിയെടുക്കാനെത്തിയ 12 വയസ്സുകാരന് കടയിലെ ജീവനക്കാരൻ മർദ്ദിച്ചുവെന്നാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. പോലീസ് എന്തായാലും ജീവനക്കാരനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യുകയാണ്. വരുന്ന ബുള്ളറ്റിനുകളിൽ എന്തിനാണ് ഈ 12 വയസ്സുകാരന് നേരെ ഇത്തരത്തിൽ മർദ്ദനം നടത്തിയെന്ന കാര്യമൊക്കെ അറിയാൻ സാധിക്കും. മറ്റു വാർത്തകൾ പരിശോധിച്ചാൽ എറണാകുളം കുറുപ്പുംപടിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ പെൺകുട്ടികളുടെ അമ്മയെ ഇന്നലെ രാത്രിയോടെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പീഡനവിവരം മറച്ചുവെച്ചുവെന്നാണ് അമ്മയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. അതേസമയം പെൺകുട്ടികളുടെ അമ്മയും ആൺ സുഹൃത്തും കുട്ടികൾക്ക് നിരന്തരം മദ്യം നൽകിയിരുന്നതായും പീഡനത്തിന് ഇരയാക്കിയതെന്ന റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. മദ്യം നൽകിയാണ് പീഡനത്തിന് ഇരയാക്കിയതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പെൺകുട്ടികളുടെ മൊഴിയും അത്തരത്തിൽ തന്നെയാണ്. സുധീഷ് ഗോപാലുണ്ട് കൊച്ചിയിൽ നിന്ന്. സുധീഷ്, കേട്ടാൽ ഞെട്ടിപ്പോകുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നത്. അമ്മയുടെ ആൺ സുഹൃത്ത് സഹോദരിമാരായ 2 പേരെ നിരന്തരമായി പീഡിപ്പിക്കുന്നു. കഴിഞ്ഞ 2 വർഷമായി പീഡനം തുടർന്നു വരുന്നു. തങ്ങളുടെ കൂട്ടുകാരെ കൂടി ഈ സംഘത്തിലേക്ക് ചേർക്കുമെന്ന് കുട്ടികളോട് നിർബന്ധിക്കുന്നു. അത് ചൂണ്ടിക്കാട്ടി കുട്ടികൾ ഒരു കൂട്ടുകാരിക്ക് നൽകിയ കത്ത് നിർണായക വിവരമായി പുറത്തു വരുന്നു. ഇപ്പോൾ അമ്മയും കേസിൽ പ്രതിയായിരിക്കുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നു. സുധീഷ് ഗോപാൽ, എന്താണ് പോലീസ് നൽകുന്ന ഒരു വിശദാംശം ഈ കാര്യത്തിൽ? ഉമേഷ്, ഈ ഒരു പീഡനവുമായി ബന്ധപ്പെട്ട് അമ്മയ്ക്കും കൃത്യമായ പങ്കുണ്ട് എന്നതാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു നിഗമനം. അതുകൊണ്ട് തന്നെ കൂടുതൽ പോക്സോ കേസുകൾ ഈ ഇരുവർക്കുമെതിരെ, അമ്മയ്ക്കും ആൺസുഹൃത്തായ ധനേഷിനുമെതിരെ ചുമത്താൻ പോലീസ് ഇതിൽ ഏറ്റവും പ്രധാനമാണ് ഇപ്പോൾ ഇന്നലെ നമ്മൾ പുറത്തുവിട്ട കുട്ടികൾക്ക് മദ്യം നൽകി എന്ന വാർത്ത. മദ്യം നൽകി പീഡിപ്പിച്ചു, അതിന് അമ്മയും നിർബന്ധിച്ചിരുന്നു എന്നതാണ് കുട്ടികളുടെ മൊഴിയിലൂടെ പുറത്തു വന്നത്. അതിലേറ്റവും ഈ കേസിൽ നിർണായകമായത് കുട്ടികളുടെ സഹപാഠികളുടെ ചിത്രം കണ്ടതോടെ അവരെയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വരണമെന്ന ധനേഷ് ആവശ്യപ്പെടുകയും അതിന് പ്രകാരം എഴുതിയ ഒരു കത്തുമാണ്. ആ കത്ത് സഹപാഠിക്ക് എഴുതിയപ്പോൾ ആ കുട്ടിയുടെ അമ്മ അധ്യാപികയായിരുന്നു, ഇവരെ പഠിപ്പിക്കുന്ന അധ്യാപികയാണ്. അധ്യാപികയുടെ കണ്ണിൽ ആ കത്ത് പെട്ടതോടെയാണ് ഈ കേസിലേക്ക്, ഇതിൻ്റെ പീഡനങ്ങളിലേക്കെല്ലാം തന്നെ വെളിച്ചം വീശുന്നത്. അതിനുശേഷമാണ് കുട്ടികളുടെ മൊഴിയെടുക്കുകയും അത്തരത്തിൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുന്നത്. അതോടെയാണ് ഓരോ വിവരങ്ങളും പുറത്തു വരുന്നത്. ഇതെന്തുകൊണ്ട് തന്നെയായാലും ഒരു അമ്മയുടെ ഭാഗത്തു നിന്നുള്ള പങ്കോടുകൂടി അറിവോടുകൂടിയാണ് പീഡനം നടന്നത്. അത്തരത്തിൽ അമ്മ അതിന് വഴങ്ങിക്കൊടുത്തത് തൻ്റെ ആൺസുഹൃത്തിനെ നഷ്ടപ്പെടാതിരിക്കാനാണ്, അയാളിൽ നിന്നുള്ള സംരക്ഷണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ പെൺകുട്ടികളെ പീഡനത്തിന് വിട്ടു നൽകിയതെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ധനേഷ് തന്നെ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്, ഈ അമ്മയെ ഈ കാര്യങ്ങൾ അറിയിച്ചിരുന്നു എന്നത്. അതിനോടൊപ്പം തന്നെയാണ് കുട്ടികളുടെ മൊഴിയിലും കൃത്യമായും അമ്മയുടെ പങ്ക്, അമ്മയുടെ സാന്നിധ്യത്തില്ലെങ്കിൽ അമ്മയുടെ
മദ്യത്തിന് വഴങ്ങി മദ്യം കഴിക്കേണ്ടി വന്നത് അടക്കമുള്ള കാര്യങ്ങൾ മൊഴിയായി നൽകുന്നത്. ഈ കാര്യങ്ങളെല്ലാം മുന്നിൽ വെച്ചിട്ടാണ് ഇപ്പോൾ അമ്മയെയും ഇന്നലെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് പ്രകാരം 2 പേർക്കെതിരെയും ധനേഷിനും അമ്മയ്ക്കുമെതിരെ കൂടുതൽ പോക്സോ കേസുകൾ ചുമത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഉമേഷ്. യെസ്, സുധീഷ് ഗോപാലാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും തുടക്കത്തിൽ പറഞ്ഞ പോലെ കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും കഴിയുന്തോറും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കേട്ടാൽ അമ്പരക്കുന്ന വിവരങ്ങൾ തുടക്കം മുതൽ ഇങ്ങനെ പുറത്തു വരുന്നുണ്ട്. മദ്യം നൽകി സഹോദരിമാരെ പീഡിപ്പിക്കുന്നതും 10ഉം 12ഉം വയസ്സുള്ള കുട്ടികളെ കഴിഞ്ഞ 2 വർഷമായി പീഡിപ്പിക്കുന്നു. അതിൻ്റെ അമ്മ അതിനൊപ്പം ചേർന്നിരുന്നു എന്നൊക്കെ പറയുമ്പോൾ കേട്ടാൽ വളരെ വളരെ ദുഃഖകരവും ഞെട്ടിപ്പിക്കുന്നതുമൊക്കെയാണ് വിവരങ്ങൾ. എന്തായാലും പോലീസ് കൃത്യമായി അതിൽ നടപടിയുമായി മുന്നോട്ട് പോകുന്നു. അമ്മയെ കൂടി പ്രതി ചേർത്തിട്ടുണ്ട്. കൂടുതൽ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യമൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ വന്ന് ഒരു ലഹരി കേസ് ഇല്ലാത്ത ഒരു വാർത്താ ബുള്ളറ്റിൻ പോലും ഇല്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അത്തരത്തിലേക്ക് വലിയ പരിവർത്തനം കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി സംഭവിക്കുന്നുണ്ട്. അത്തരമൊരു വാർത്തയാണ് കോഴിക്കോട് നിന്ന് വീണ്ടും വരുന്നത്. കോഴിക്കോട് താമരശ്ശേരിയിൽ ഇന്നലെ പോലീസ് പിടിയിലായ യുവാവിൻ്റെ വയറ്റിൽ നിന്ന് MDMA കണ്ടെത്തി. സ്കാനിങ്ങിലാണ് MDMA കണ്ടെത്തിയത്. അരയറ്റംചാലിൽ സ്വദേശി ഫൈസിൻ്റെ വയറ്റിൽ നിന്നാണ് MDMA കണ്ടെത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വീട്ടുകാരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ബഹളം വെച്ചതിന് പിന്നാലെ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തിയതോടെയാണ് ഫൈസി കയ്യിലുണ്ടായിരുന്ന MDMA പാക്കറ്റ് വിഴുങ്ങിയത്. വിവരങ്ങളുമായി ഗോകുൽ ചെയ്തിരുന്നു. ഗോകുൽ, ഇത് തുടർച്ചയായി 2ാമത്തെ കേസാണ് കോഴിക്കോട് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പോലീസ് എത്തിയപ്പോൾ MDMA വിഴുങ്ങി രക്ഷപ്പെടുന്നു അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നതൊക്കെ നേരത്തെ ആമുഖത്തിൽ പറഞ്ഞ പോലെ നമുക്ക് ഒരു MDMA കേസെങ്കിലും വായിക്കാത്ത ഒരൊറ്റ ബുള്ളറ്റിൻ പോലും ഇല്ലാത്ത തരത്തിലേക്ക് കേരളം അത്രത്തോളം മാറിയിരിക്കുന്നു. ഈ കേസിൽ എന്താണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിശദാംശങ്ങൾ? യുടെ പിടിയിലായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കോഴിക്കോട് താമരശ്ശേരി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് രാസലഹരിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കേസുകളും മറ്റും പുറത്തു വരുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. ഒരു ഉമ്മയെ മകൻ വെട്ടിക്കൊന്നത് രാസലഹരി കഴിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഈ ഷാനിദ് എന്ന് പറയുന്ന ഒരു യുവാവ് MDMA വിഴുങ്ങി മരിച്ചത് താമരശ്ശേരിയിലായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിലൊരു വാർത്ത കൂടി അവിടെ നിന്ന് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയിട്ടായിരുന്നു സംഭവം. ഈ അരയറ്റുംചാല സ്വദേശിയായിട്ടുള്ള ഫായിസ് വീട്ടിൽ ഉമ്മയെയും ഭാര്യയെയും മകളെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി വീട്ടിൽ വലിയ രീതിയിൽ ബഹളം വെച്ചു. തുടർന്ന് നാട്ടുകാരാണ് പോലീസിൽ വിവരം അറിയിച്ചത്. താമരശ്ശേരി പോലീസ് സ്ഥലത്തെത്തുന്ന സമയത്ത് ഫായിസ് അവിടെയുണ്ട്. പോലീസിനെ കണ്ടു ഓടാൻ ശ്രമിക്കുന്നതിനിടെ കയ്യിലുണ്ടായിരുന്ന ഒരു പാക്കറ്റ് വിഴുങ്ങുകയായിരുന്നു. പിന്നീട് പോലീസ് ഫായിസിനെ പിടികൂടിയ സമയത്ത് ഫായിസാണ് പറഞ്ഞത് തന്റെ കയ്യിൽ MDMA ആണ് ഉണ്ടായിരുന്നത്, താനത് വിഴുങ്ങിയത് എന്ന്. ഉടനെ തന്നെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. അവിടെ നിന്ന് വിദഗ്ധ പരിശോധനയ്ക്കായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് നടത്തിയ പരിശോധനയിലാണ് ഒരു പാക്കറ്റ് ഫായിസിന്റെ വയറ്റിൽ നിന്ന് കണ്ടെത്തിയിരുന്നത്. പിന്നീട് ഇപ്പോൾ ഈ ഫായിസിനെ ശസ്ത്രക്രിയക്കൊക്കെ വിധേയമാക്കി ഇത് പുറത്തെടുക്കാനുള്ള നടപടിയിലേക്ക് ആശുപത്രി അധികൃതർ കടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ താമരശ്ശേരിയുമായി ബന്ധപ്പെട്ട് അടിക്കടി ഉണ്ടാകുന്ന രാസലഹരിയുടെ വർധനവിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വലിയ രീതിയിലുള്ള പരിശോധനകളൊക്കെ നടത്തി വരുന്നുണ്ട്. ഈ ഫായിസും നേരത്തെ MDMA വിഴുങ്ങി മരിച്ച ഷാനിദ് ഉൾപ്പെടെയുള്ള ആളുകൾ തമ്മിലുള്ള ബന്ധമുണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ MDMA മൊത്ത കച്ചവടക്കാരനായിട്ടുള്ള ഒരു മിഷാദ് എന്ന് പറയുന്ന ഒരു യുവാവിനെ താമരശ്ശേരിയിൽ നിന്ന് പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം MDMA വിഴുങ്ങി മരിച്ച ഷാനിദിന്റെ സുഹൃത്താണ് ഈ മിഷാദ്. ഒരുപക്ഷെ ഇവരൊക്കെ തമ്മിലുള്ള പരസ്പര ബന്ധം ഉണ്ടാകാമെന്ന നിഗമനമൊക്കെയുണ്ട് പോലീസിന്. കൂടുതൽ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഉമേഷ്. ഗോകുൽ, ഇയാളുടെ ആരോഗ്യത്തിൽ എങ്ങനെയുണ്ട്? എന്താണ് ആശുപത്രിയിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ? ഷാനിദിന് സംഭവിച്ചതുപോലെയുള്ള അപകടം സംഭവിക്കാനുള്ള സാധ്യതയില്ല എന്ന് പോലീസിന്റെ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം നൽകുന്നുണ്ട്. നേരത്തെ ഷാനിദ് MDMA വിഴുങ്ങിയ സമയത്ത് ഷാനിദ് വിഴുങ്ങിയ പാക്കറ്റിന്റെ പൊട്ടി അത് ശരീരത്തിൽ രക്തത്തിൽ കലർന്നിട്ടാണ് മരണം സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ അത്തരത്തിലൊരു സ്ഥിതി ഈ ഫായിസിന്റെ കാര്യത്തിൽ ഇല്ല എന്ന് ആശുപത്രി അധികൃതർ പറയുന്നുണ്ട്. അതിനാൽ തന്നെ വളരെ വേഗത്തിൽ തന്നെ ശസ്ത്രക്രിയ നടത്തിയത് പുറത്തെടുക്കാനുള്ള നടപടിയാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. യെസ്, ഗൂഗിളാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. കോഴിക്കോട് നിന്ന് മാത്രമല്ല എല്ലാ ജില്ലകളിൽ നിന്നും കുറഞ്ഞത് ഒരു MDMA കേസെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് കേരളത്തിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ബുള്ളറ്റിലെങ്കിലും MDMA കേസ് വായിക്കാത്ത അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത വാർത്താ ബുള്ളറ്റിനോളോ മണിക്കൂറോളോ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കേരളം വലിയ തോതിൽ മാറുന്ന വലിയ ആശങ്കയിലേക്ക് ആ ഒരു സാഹചര്യം കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇനി മറ്റു വാർത്തകൾ കൂടി നോക്കാം. പെരുമ്പിലാവിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി ലിഷോയ് പിടിയിൽ. കൂട്ടുപ്രതികളായ ബാദുഷ, ആകാശ്, നിഖിൽ എന്നിവരും കസ്റ്റഡിയിൽ. പെരുമ്പിലാവിൽ സ്വദേശി അക്ഷയ് കൊല്ലപ്പെട്ടത് ഇന്നലെയാണ്. കൊലയ്ക്ക് കാരണം ലഹരി വിറ്റതിന് ലിഷോയ് പിടിയിലായതിനെ ചൊല്ലിയുള്ള തർക്കമാണ് എന്നാണ് പുറത്തുവരുന്നത്. ആനന്ദ് ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. ആനന്ദ്, എന്താണ് പോലീസ് നൽകുന്ന വിശദാംശങ്ങൾ? എല്ലാം ലഹരി മയമാണ് എല്ലായിടത്തും. ഈ കൊലപാതകത്തിന് പിന്നിലും ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കം തന്നെയാണോ? അങ്ങനെ തന്നെയാണ് ലഭിക്കുന്ന പ്രാഥമിക സൂചനകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇന്നലെ രാത്രി ഏതാണ്ട് 8:00 കൂടിയായിരുന്നു ഈ ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടാവുന്നത്. ലഹരി മാഫിയ സംഘം ഈ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. നിരവധി കേസുകളിൽ പ്രതിയായ കൂത്തൻ എന്ന് വിളിക്കുന്ന അക്ഷയാണ്
ഇന്നലെ ഇത്തരത്തിൽ വെട്ടേറ്റ് മരിച്ചത്. ഇയാളെ വെട്ടിക്കൊന്നതിന് ശേഷം മറ്റ് 3 പേരും, അതായത് 4 പേരുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന, ഒളിവിൽ പോയിരുന്നു. എന്തായാലും ഇപ്പോൾ ആ കൊലപാതകത്തിലെ മുഖ്യപ്രതിയായിട്ടുള്ള ലിഷോയ് പിടിയിലായിരിക്കുകയാണ്. ഈ ബാദുഷ, നിഖിൽ, ആകാശ് എന്നിവരെയും പോലീസ് അല്പസമയം മുമ്പ് തന്നെ കസ്റ്റഡിയെടുത്തിട്ടുണ്ട്. ഇതടക്കം 4 പേർ സംഭവത്തിൽ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഈ ലഹരി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കം തന്നെയാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് തന്നെയാണ് എന്തായാലും പ്രാഥമികമായി ലഭിക്കുന്ന സൂചന. സംസ്ഥാന തലസ്ഥാനത്തേക്ക് തിരുവനന്തപുരത്തേക്കൊന്ന് വളരെ വേഗം പോകേണ്ടിയിരിക്കുന്നു. ശശി തരൂരിന് ഏതാണ്ട് പൂർണ്ണമായും കൈയൊഴിയുന്ന നിലപാടിലേക്ക് KPCC നേതൃത്വം എത്തുന്നുണ്ട്. ശശി തരൂരിനെതിരെ പടയൊരുക്കമായി സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം. ശശി തരൂരുമായി ഇനി യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നാണ് KPCC നേതൃത്വത്തിൻ്റെ നിലപാട്. തരൂരിനോട് വിട്ടുവീഴ്ചയില്ലെന്ന നിലപാട് ഹൈക്കമാൻഡിനെ അറിയിക്കും. അതേസമയം തരൂർ പുറത്തേക്ക് പോയാൽ അതൃപ്തരായ മറ്റു നേതാക്കന്മാർ പിന്തുണച്ചേക്കാമെന്ന ആശങ്കയും കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട്. വിവരങ്ങളുമായി ടിൻഡു ചേർന്നു. ടിൻഡു, ശശി തരൂരിൻ്റെ ചാഞ്ചാട്ടം എങ്ങോട്ടേക്കാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു ഭാഗത്ത് LDFനെ പുകഴ്ത്തുന്നു, സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളെ പുകഴ്ത്തുന്നു, മറുഭാഗത്ത് പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെയും വിദേശകാര്യ നയത്തെയും ഒക്കെ പുകഴ്ത്തുന്നു. എന്തായാലും വെട്ടിലായത് കോൺഗ്രസ് നേതൃത്വമാണ്. ടിൻഡു. തീർച്ചയായിട്ടും ഉമേഷ്, കോൺഗ്രസിന്റെ പ്രവർത്തന സമിതി അംഗം കൂടിയായിട്ടുള്ള ശശി തരൂരിന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായിട്ടും ഇങ്ങനെ ഉണ്ടാകുന്ന നിലപാടുകളിലെ വ്യത്യാസമാണ് ഒരുപക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയായിരിക്കുന്നത്. 2 ആഴ്ചകൾക്ക് മുന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെയും സംസ്ഥാനത്തിൻ്റെ വ്യവസായ നയത്തെ പറ്റിയിട്ടൊക്കെ പുകഴ്ത്തിക്കൊണ്ട് ലേഖനം എഴുതുകയും പിന്നെ അത് വലിയ രീതിയിലുള്ള ചർച്ചയാവുകയും KPCC നേതാക്കളും ഒക്കെ ഇടപെട്ട് അത് ഒരു സമവായത്തിലേക്കും അല്ലെങ്കിൽ ഒരു തർക്കമില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഇപ്പോൾ ദിവസങ്ങൾക്ക് മുന്നെയാണ് വീണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെയും കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെ ആയിട്ടുള്ള ഒരു ശശി തരൂരിൻ്റെ ഒരു വേർഷൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം, അദ്ദേഹത്തിൻ്റെ ഒരു രീതിയിലുള്ള ഒരു പ്രതികരണവും ഒരു എഴുത്തും ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ട് എതിർക്കാനുള്ള ശേഷിയെ ഒരു പക്ഷേ തകർക്കുന്ന രീതിയിലേക്ക് ആയിരിക്കുക എന്നാണ് KPCCയുടെ വിലയിരുത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് ശശി തരൂരിനെതിരെ ഹൈക്കമാൻഡിൽ ശശി തരൂരിനെതിരെയുള്ളൊരു പടയൊരുക്കം തന്നെയാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുന ഖാർഗെയും ശശി തരൂരിന്റെ വിഷയത്തിൽ പലതവണ താക്കീത് കൊടുത്തിട്ടും തരൂരിൻ്റെതായിട്ടുള്ള വഴിയിൽ സഞ്ചരിക്കുകയാണ്. അതോടൊപ്പം തന്നെ തരൂരിനെ തഴയുന്നതും തരൂരിന്റെ സ്ഥാനങ്ങളിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ തരൂരിന്റെ സ്ഥാനങ്ങളെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാത്തതും പ്രധാന ചർച്ചാ വിഷയമാക്കി തന്നെ തരൂര് കോൺഗ്രസ് നേതൃത്വങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിനെയാണ് തരൂരിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ ഒരു വാദിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം ഏതാണ്ട് 15 വർഷത്തോളം MP ആയി പ്രവർത്തിച്ചു. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ മുഖമെന്ന നേതാവ് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ തരൂരിനെ പല ഘട്ടങ്ങളിലും ഈ നേതൃസ്ഥാനത്തേക്കും അതോടൊപ്പം തന്നെ പല ചർച്ചകളും വരുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്കും തരൂരിനെ കൊണ്ടുവരുന്നത് ഒരുപക്ഷെ ഈ കോൺഗ്രസിനിടയിലുള്ള ആളുകൾ തന്നെ തടഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് തരൂർ പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള ചർച്ചകൾ വരുമ്പോൾ നേരിട്ട് പറയാനും തരൂരിന് ആ ഘട്ടത്തിൽ പിടിച്ചു നിൽക്കാനും സാധിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഇനിയിപ്പോൾ നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയൊക്കെ പുകഴ്ത്തിക്കൊണ്ട് അവരുടെ നയങ്ങളുടെയും അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ എത്രത്തോളം തരൂരിന് KPCCയിലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ ദേശീയ തലത്തിലേക്ക് വരുമ്പോൾ അവിടെയും എങ്ങനെ തരൂരിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നുള്ള കാര്യമാണ് ആശങ്കയുള്ളത്. പക്ഷേ തരൂരിനെ പുറത്താക്കുകയാണെങ്കിൽ KPCC അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിനകത്ത് തന്നെ സംസ്ഥാന തലത്തിൽ ഒരുപാട് പേര് തരൂരിനെ അംഗീകരിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ തരൂരിൻ്റെ ആശയമായിട്ട് അല്ലെങ്കിൽ തരൂരുമായിട്ട് ഒപ്പം ചേർന്ന് നിൽക്കുന്നവരുണ്ട്. അവരൊക്കെ തരൂരിനൊപ്പം പുറത്തു പോകാനുള്ള സാധ്യതയെ മുന്നിൽ കാണും. അപ്പോൾ ഇത് എങ്ങനെ നയപരമായിട്ട് തീരുമാനിക്കണമെന്ന കാര്യത്തിലാണ് കോൺഗ്രസിന് ആശങ്കയുള്ളത്. അപ്പോൾ എന്തായാലും തരൂരിനെതിരെ പടയൊരുക്കം നടത്താൻ തന്നെയാണ് തീരുമാനം. തരൂരിൻ്റെ നിലപാടുമായിട്ട് കോൺഗ്രസിലെ ചിലർക്കെങ്കിലും ഒരുമിച്ച് പോകാൻ സാധിക്കില്ല. അത് പരസ്യമായിട്ടൊക്കെ തന്നെ അതൃപ്തികളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ തരൂരിനെ എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ തരൂരിനെ ഈ വിഷയങ്ങൾക്ക് ഉയർന്ന തരൂരിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് കടക്കാൻ തന്നെയാണ് ഒരുപക്ഷെ സംസ്ഥാന ഘടകത്തിൻ്റെ ഒക്കെ ഒരു തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡിനെ കാര്യങ്ങൾ അറിയിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉമേഷ്, എന്തായാലും ശശി തരൂർ ഉണ്ടാക്കിയ തലവേദന ചെറുതൊന്നുമല്ല കോൺഗ്രസ് നേതൃത്വത്തിന്, KPCC നേതൃത്വത്തിന്. ഒരു ഭാഗത്ത് ഇടതുപക്ഷത്തെയും ഇടതുപക്ഷ സർക്കാരിൻ്റെ വ്യവസായ നയത്തെയും ഒക്കെ വാദോരാതെ പുകഴ്ത്തുന്നു, മറുഭാഗത്ത് കേന്ദ്ര സർക്കാരിൻ്റെ വിദേശകാര്യ നയത്തെയും ഒപ്പം പ്രധാനമന്ത്രിയും ഒക്കെ പുകഴ്ത്തുന്നു. അതുകൊണ്ട് തന്നെ തരൂരിൻ്റെ ചാഞ്ചാട്ടം എങ്ങോട്ടേക്കാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല KPCC നേതൃത്വത്തിന്. എന്നാൽ
കൃത്യമായി നിലപാടെടുത്ത് ശശി തരൂരിനെ മാറ്റി നിർത്താൻ കഴിയുമോ എന്ന കാര്യത്തിലൊക്കെ എന്തായാലും അതൊന്നും അത്ര എളുപ്പമാകില്ല. കോൺഗ്രസ് നേതൃത്വത്തിന് ഹൈക്കമാൻഡിന് പരാതി നൽകിയാലും എത്രത്തോളം അത് എളുപ്പമാകുമെന്ന കാര്യമൊക്കെ വലിയ ചോദ്യമായി അവശേഷിക്കുന്നുണ്ട്. ടിറ്റുവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ മലപ്പുറത്തേക്ക് ഒന്ന് പോകേണ്ടിയിരിക്കുന്നു. മൈസൂരിലെ പരമ്പര വൈദ്യൻ ഷബാസ് ഷെരീഫിൻ്റെ കൊലപാതകത്തിൽ ശിക്ഷാവിധി ഇന്ന്. കേസിൽ 1-ാം പ്രതി ഷെബിൻ അഷ്റഫ്, 2-ാം പ്രതി ഷെഹാബുദ്ദീൻ, 6-ാം പ്രതി നിഷാദ് എന്നിവരെ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇവർക്കെതിരായ മനഃപൂർവ്വമല്ല നരഹത്യ, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് തെളിഞ്ഞതായും കോടതി പറഞ്ഞിട്ടുണ്ട്. മൃതദേഹമോ ശരീരഭാഗങ്ങളോ കണ്ടെത്താനാവാത്തത് കേസിൽ ശിക്ഷ വിധിക്കുന്നത് വലിയ പ്രതിസന്ധിയായിരുന്നു. അത്തരത്തിൽ ശിക്ഷ വിധിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ സംഭവം കൂടിയാണ് ഇത്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചെയ്യുന്നുണ്ട്. ശിവദാസ്, നേരത്തെ അഭിമുഖത്തിൽ പറഞ്ഞ പോലെ തന്നെ ശരീരഭാഗങ്ങളോ മൃതദേഹമോ കണ്ടെത്താതെ ശിക്ഷ വിധിക്കുന്ന ആദ്യ കേസ് എന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എന്നാൽ വലിയ കുഴക്കം സൃഷ്ടിച്ച കേസാണ്. എന്തൊക്കെയാണ് അഭിഭാഷകരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? എങ്ങനെയാവും കേസിൻ്റെ ഒരു വിധി പോകുക? തീർച്ചയായും അത്തരത്തിൽ തന്നെ സംസ്ഥാനത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിന്റെ കൊലപാതക കേസ്. ഈ കേസ് ശരീരത്തിന്റെ, അതായത് കൊലപാതകത്തിന് ശേഷം മൃതദേഹ അവശിഷ്ടങ്ങൾ പോലും ലഭിക്കാതെ കൃത്യമായി തന്നെ പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അത്തരത്തിൽ അപൂർവമായ ഒരു കേസ് കൂടിയാണ് ഇത്. കാരണം ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെയാണ് ഇത്തരത്തിൽ പ്രതികൾ ഇത് കൃത്യമായി തന്നെ നടപ്പാക്കിയത് എന്നതാണ് ഏറ്റവും പ്രത്യേകത. പക്ഷേ പോലീസിന് കൃത്യമായി തന്നെ ശാസ്ത്രീയ പരിശോധനയിലൂടെയും അതോടൊപ്പം തന്നെ സാഹചര്യ തെളിവുകളും സമർപ്പിച്ചുകൊണ്ട് തന്നെ കൃത്യമായി ഇടപെടാൻ കഴിഞ്ഞു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. 2019 മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യനായ ഷാബാസ് ഷെരീഫിനെ പ്രതികൾ തട്ടിക്കൊണ്ടുവരുന്നത്. അതായത് ഒരു ചികിത്സയുടെ ഒറ്റമൂലി കണ്ടെത്തുക എന്നതാണ്. അതുവഴി ആ മരുന്ന് ഉണ്ടാക്കി അത് നിർമ്മിച്ചു വലിയ പണക്കാരാവുക എന്നതായിരുന്നു ഇതിൽ പ്രതികൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഏകദേശം 1.25 വർഷത്തോളം ഈ ഷാബാസ് ഷെരീഫിനെ ഒരു മുറിയിൽ, നിലമ്പൂരിലെ മുക്കട്ടയിലെ വീട്ടിലെ ഒരു മുറിയിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ച് ചങ്ങലയിൽ ഇട്ട് കെട്ടി ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. എന്നിട്ടും ഈ ഒരു രഹസ്യം ഇവർക്ക് ചോർത്തി നൽകിയില്ല, അല്ലെങ്കിൽ ഇവർക്ക് ലഭിച്ചില്ല. അതിനുശേഷമാണ് 1.25 വർഷത്തിന് ശേഷം, അതായത് 2019 ഓഗസ്റ്റ് മാസത്തിൽ തട്ടിക്കൊണ്ടുവന്ന് പിന്നീട് 2020 ഒക്ടോബർ മാസത്തിലാണ് ഷാബാസ് ഷെരീഫിനെ കൊലപ്പെടുത്തിയത്. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ മൃതദേഹം വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി ചാലിയാർ പുഴയിൽ ഒഴുക്കി എന്നതാണ് കേസ്. അതിനുശേഷം നാവികസേന അടക്കം ഈ ചാലിയാർ പുഴയിൽ മുങ്ങൽ വിദഗ്ധർ എത്തി പരിശോധിച്ചിരുന്നു. പക്ഷേ മൃതദേഹ അവശിഷ്ടങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. 2022 ഇത്തരത്തിലുള്ള ഈ സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായത്. 2 വർഷത്തിന് ശേഷമാണ് ഈ ഒരു തെളിവെടുപ്പ് അടക്കം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ പോലും ലഭിക്കാൻ ഇടയില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് കൂടിയാണ് ഇത് എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. നിരവധി ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്നു. 80ഓളം സാക്ഷികളെ വിസ്തരിച്ചു. ഈ കേസ് പൂർണ്ണമായും തന്നെ തെളിവുകൾ നശിപ്പിക്കാൻ പ്രതികൾക്ക് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രതികൾക്കുള്ളിലുള്ള ആഭ്യന്തരമായ ചില കലഹങ്ങളാണ് ഇത്തരത്തിൽ ഒരു കേസ് പുറത്തു വരാനുണ്ടായ ഒരു സാഹചര്യത്തിന് ഇടയാക്കിയത്. അതായത് പ്രതികളിൽ ഉള്ള ഒരാൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി തന്നെ ഈ പ്രതി ഷൈബിൻ അഷ്റഫ് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇയാൾ നേരത്തെ കൊലപാതക കേസിൽ പ്രതിയാണ്, തങ്ങൾക്കും അത്തരത്തിലുള്ള വധഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു. ഇതുവഴിയാണ് ഇങ്ങനെ ഒരു കൊലപാതകം പോലീസിന്റെ ശ്രദ്ധയിൽ എത്തിയതും അതുമായി ബന്ധപ്പെട്ടുള്ള മാത്രം ഇടപെടുകയാണ്. എന്തായാലും അപൂർവമായി കേസിന്റെ വിധി എന്താകുമെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും തന്നെ. മൃതദേഹമോ ശരീരഭാഗങ്ങളോ ഒന്നുമില്ലാതെ തന്നെ പോലീസ് പ്രതികളെ കണ്ടെത്തിയ സംഭവമാണ്. അതുകൊണ്ട് തന്നെ കോടതി ഏത് തരത്തിലായിരിക്കും ഈ കേസിൽ നിലപാട് സ്വീകരിക്കുന്നതൊക്കെ വരും മണിക്കൂറുകളിൽ അറിയാം. എന്തായാലും കൊടും ചൂടാണ്, പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിലേക്ക് ചുട്ടുപൊള്ളുകയാണ്. ആ ചുട്ടുപൊള്ളുന്ന ചൂടിന് അല്പം ആശ്വാസമായി വേനൽ മഴ എത്തുന്നു എന്ന വാർത്തയാണ് തിരുവനന്തപുരത്ത് നിന്ന് ശ്രീനന്ദയ്ക്ക് പങ്കുവെക്കാനുള്ളത്. ആശ്വാസമായി സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു വിലയിരുത്തൽ കണ്ടെത്തൽ. ഇന്ന് പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്രീനന്ദ PS ചേരുന്നുണ്ട്. ശ്രീനന്ദ, പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിൽ അതിഭീകരമായ ചൂടാണ്. ആ ചൂടിന് ആശ്വാസമായി വേനൽ മഴ എത്തുന്നുവെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ഏതൊക്കെ ജില്ലകളിൽ ഇന്ന് മഴ പ്രതീക്ഷിക്കണം ശ്രീനന്ദ? ഉമേഷ്, കൊടും ചൂടിനൊരു ശമനം എന്ന രീതിക്കാണ് ഇപ്പോൾ മഴ എത്തിയിരിക്കുന്നത്. വേനൽ മഴയ്ക്കാണ് ഇപ്പോൾ നല്ലൊരു വേനൽ മഴയ്ക്കാണ് ഇപ്പോൾ സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. പാലക്കാട്, കൊല്ലം, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മഴ മുന്നറിയിപ്പ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഈ ഒരു വേനൽക്കാലത്ത് ഇപ്പോൾ പെട്ടെന്നുണ്ടായ ഈ ഒരു മഴയുടെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളോട് പുറത്ത് കടലിൽ
ഇറങ്ങരുതെന്നും അല്ലെങ്കിൽ കടലിൽ പോകുന്നത് കുറയ്ക്കാനും അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ 64.5 മില്ലിമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശാനുള്ളൊരു സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്നാണ് പറയുന്നത്. കാറ്റിന്റെ വേഗത അതികഠിനം തന്നെയായിരിക്കും. ഈ ഒരു സാഹചര്യത്തിൽ കടലിലേക്ക് പോകുന്നത്, മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് മീൻ പിടിക്കാൻ പോകുന്നത് കുറയ്ക്കണമെന്നും അതുപോലെ തന്നെ ഈ ഒരു ചൂടിന് ശമനം എന്ന രീതിയിൽ ഒരു വേനൽ മഴ ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ അതികഠിനമായി തന്നെ വെള്ളക്കെട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറുകയാണെന്നും അതുപോലെ ഇതൊരു കള്ളക്കടൽ പ്രതിഭാസത്തിനോ അല്ലെങ്കിൽ കടൽ ഉൾവലിയാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുമാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിലും ഈ ഒരു വേനൽ മഴ തുടർന്നുകൊണ്ടിരിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന വിവരം എന്ന് പറയുന്നത്. 2 ദിവസത്തേക്ക് അതികഠിനമായ ചൂടായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഉണ്ടായിരുന്നത്. ഈ ചൂടിനൊരു ആശ്വാസം എന്ന രീതിക്കാണ് ഇനിയുള്ള 2 ദിവസത്തേക്ക് മഴ എന്നൊരു മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. വേനൽ മഴയ്ക്കുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. ഉച്ച മുതൽ മഴ അതികഠിനമായിരിക്കും. അതുപോലെ തന്നെ ഇടിമിന്നലോട് കൂടിയൊരു മഴയായിരിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുക എന്നാണ്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ചൂടിന് ശമനമുണ്ടാകും, മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ശ്രീകാന്ത പറഞ്ഞ പോലെ മഴ പെയ്താൽ ഇനി വെള്ളക്കെട്ടിന് പരിഹാരം എങ്ങനെ കാണുമെന്നത് വലിയൊരു ആശങ്കയാണ്. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിലേക്ക് റോഡും പ്രധാനപ്പെട്ട ഇടങ്ങളുമൊക്കെ വെള്ളത്തിനടിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ചൂടും മഴയും ഒക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന ആശങ്ക എപ്പോഴും ഉണ്ട്. എന്തായാലും ചൂടിന് ശമനമാകുമെന്നത് ആശ്വാസകരമായ വാർത്തയാണ്. നമുക്ക് മറ്റു ചില വാർത്തകൾ കൂടി നോക്കാം. വാർദ്ധക്യത്തിൻ്റെ സായാഹ്നത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരെ ചേർത്ത് നിർത്തുകയാണ് കോഴിക്കോട്ടെ വിവേകാനന്ദ സേവാ പ്രവർത്തക സംഘം. വയോജനങ്ങൾക്കായി കൂട്ടായ്മ സംഘടിപ്പിച്ച് അവരെ എപ്പോഴും ഊർജ്ജസ്വലരായി നിലനിർത്തുകയാണ് സേവാ സംഘത്തിൻ്റെ ലക്ഷ്യം. അതിനായി നിരവധി പരിപാടികളുമുണ്ട്. അവരുടെ സന്തോഷം കാണുന്നവർക്കും ആനന്ദം പകരുകയാണ്. ഇവരേറ്റ വെയിലാണ് നമ്മുടെ തണൽ. നമുക്ക് മുന്നേ നടന്നവരാണ്. കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി യൗവനം സമർപ്പിച്ചവർ. ഇവരുടെ മുഖത്ത് വിരിയുന്ന ചിരിയിലുണ്ട് സകലതും. ഇവരെയൊക്കെ ഇങ്ങനെ ഒരു കുടക്കീഴിൽ ചേർത്തു നിർത്തിയത് വയോമിത്ര കൂട്ടായ്മയാണ്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചതാകട്ടെ വിവേകാനന്ദ സേവാ പ്രവർത്തക സംഘവും. 2024 മാർച്ച് 7 വയോമിത്ര കൂട്ടായ്മ ആരംഭിച്ചത്. കൂട്ടായ്മയുടെ പ്രവർത്തനം എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇവർ തന്നെ പറയും. വ്യാഴാഴ്ച ഒരു ദിവസം വരാൻ വേണ്ടി കാത്തിരിക്കുക. ഒരു 1.5 മണിക്കൂർ ഇവിടെ ഇരുന്നാൽ കളിയും ചിരിയും പാട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ സമയം പോവുക. പ്രത്യേകിച്ച് കുട്ടികളും മക്കളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. വ്യാഴാഴ്ച ആവാൻ വേണ്ടിയിട്ട് 4 മണി ആവാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. 3-4 മാസം മരിച്ചിട്ട് ഭയങ്കര വിഷമേന്. അപ്പോൾ ഞാനിവിടെ വന്നാലും കുറച്ച് സമാധാനം ഉണ്ടാവും. അതിന് വരുന്നത് ആൾക്കാരോട് സംസാരിക്കുക, പാട്ടും കഥയായിട്ട്. പാട്ട് പാടൂല എന്നാലും വല്ല കൂടുതൽ ഇങ്ങനെ ആയിട്ട്. അപ്പം നല്ല സന്തോഷത്തിലാണ് പോവുക. ചായ കുടിച്ച് എല്ലാവരും കൂടിയിട്ട് നല്ല സന്തോഷമാണ്. വീട്ടിലൊരു കാര്യം ശ്രദ്ധിക്കാണ്ട് നമുക്ക് ഇവിടെ ഒരു സന്തോഷമാണ്. കളിയും ചിരിയും പാട്ടും എല്ലാം ആയിട്ട് എല്ലാം മറന്നിട്ടുള്ള ഒരു ഇതാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ ഉള്ള കൂട്ടായ്മ. കളിയും ചിരിയൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാം മറന്നിട്ടുള്ള ഒരു സമാധാനം കിട്ടും ഇവിടെ വന്നാൽ. ഞങ്ങൾക്ക് എല്ലാവരും ഇവിടെ ഈ പരിപാടിയിൽ വരുന്നത് വളരെ സന്തോഷം തരുന്ന ഒരു പരിപാടിയാണ്. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4 മണി മുതൽ 5:30 വരെയാണ് ഈ ഒത്തുചേരൽ. പാട്ടുപാടിയും ചിരിച്ചും കളിച്ചും സന്തോഷവും സങ്കടവും പരസ്പരം പങ്കുവച്ചും കൊച്ചു വർത്തമാനം പറഞ്ഞും കുറെ നല്ല നിമിഷങ്ങൾ. ഒടുവിൽ ചായയും കടിയും കഴിച്ച് അടുത്ത വ്യാഴാഴ്ച കാണാമെന്ന് പറഞ്ഞ് മടക്കം. ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെട്ടു പോകാമായിരുന്ന ഇവരെ ഇങ്ങനെ ചേർത്ത് നിർത്തിയതിന്റെ ക്രെഡിറ്റ് വിവേകാനന്ദ സേവാ പ്രവർത്തക സംഘത്തിനുള്ളതാണ്. വയോമിത്ര അംഗങ്ങൾക്കായി 2 മെഡിക്കൽ ക്യാമ്പുകൾ, എല്ലാ മാസത്തിലും ഒരു തവണ BP, ഷുഗർ പരിശോധന, വ്യത്യസ്ത സ്ഥലങ്ങളിലേക്കായി യാത്രകൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ വിവേകാനന്ദ സേവാ പ്രവർത്തക സംഘം ഇതിനോടകം ചെയ്തു കഴിഞ്ഞു. ഇവിടെ വരുന്ന സമയത്ത് അവർ ഓരോ വീട്ടിൽ നിന്നാണ് വരുന്നത്. പക്ഷെ അവിടെ എത്തുന്ന സമയത്ത് അവരെല്ലാവരും ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു വീട് പോലെ ആയി മാറുന്ന തരത്തിലുള്ള കാര്യപരിപാടികളാണ് വിവേകാനന്ദ സേവാ പ്രവർത്തക സംഘം ഈ വയോമിത്ര കൂട്ടായ്മയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്.
വിവേകാനന്ദ സേവാ പ്രവർത്തക സംഘം മുന്നോട്ട് വെച്ച വയോമിത്ര കൂട്ടായ്മ മറ്റുള്ളവർ കൂടി മാതൃകയാക്കണം. നഗരത്തിലും ഗ്രാമത്തിലും ഇത്തരം വയോമിത്ര കൂട്ടായ്മകൾ ഉണ്ടാകണം. അത് ഈ കാലഘട്ടത്തിന്റെ കൂടി ആവശ്യമാണ്. ജനം, കോഴിക്കോട്. വാർത്തയുടെ അവസാനം പറഞ്ഞ പോലെ നഗരത്തിലും ഗ്രാമങ്ങളിലും ഒക്കെ ഇത്തരം കൂട്ടായ്മകൾ ഇനിയും ഉണ്ടാകട്ടെ. കഴിഞ്ഞ കുറേ സമയങ്ങളെ നമ്മൾ പറഞ്ഞത് ലഹരിയുടെയും അക്രമത്തിൻ്റെയും ഒക്കെ വാർത്തകളാണെങ്കിൽ ഇത്തരം മനസ്സിന് കുളിർമയേകുന്ന സന്തോഷം നൽകുന്ന വാർത്തകൾ കാണുമ്പോൾ വളരെ വളരെ ആശ്വാസമുണ്ട്. അമ്മമാരുടെ മുഖത്തെ ചിരിയും കളിയും സന്തോഷവും ഒക്കെ കാണുമ്പോൾ വലിയ ഒരു നമ്മളും ആ ഒരു സന്തോഷത്തിലേക്ക് ആ എനർജിയിലേക്കൊക്കെ എത്തുന്നു. എന്തായാലും വളരെയധികം സന്തോഷം ആ വാർത്ത കണ്ടതിന്. കോഴിക്കോട് നനഘയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇതിലേക്ക് പോകാം. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ കെ രാധാകൃഷ്ണൻ എംപിക്കെതിരെ തുടർ നടപടികളിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് ഇ ഡി. തുടർച്ചയായി സമൻസുകൾ നൽകിയിട്ടും ഹാജരാകാത്തത് വ്യക്തമായി അന്വേഷിക്കാനാണ് യൂണിറ്റിൻ്റെ തീരുമാനം. ഇ ഡി അഡീഷണൽ ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കെ രാധാകൃഷ്ണൻ ഏപ്രിൽ 7 ഹാജരാകുന്നതുവരെ 2ാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്നത് നീട്ടണമോ എന്നതിൽ ഇ ഡി ഡൽഹി ആസ്ഥാനത്തു നിന്നുള്ള തീരുമാനമായിരിക്കും ഇതിൽ അന്തിമമാകുക. മൊഴി ഒഴിവാക്കി മാർച്ച് അവസാന വാരം തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്നതും പരിഗണനയിലുണ്ട്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ് ഗോപാൽ, എം പി ഇങ്ങനെ ഹാജരാവാതെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് പാർലമെൻറ്റാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. എന്നാൽ ഇ ഡി നിലപാട് കടുപ്പിക്കുകയാണ്. കുറ്റപത്രത്തിൽ എം പിയുടെ പേര് കൂടി ചേർക്കപ്പെടുമോ എന്ന കാര്യമൊക്കെ എന്തായാലും ഇനി ഇ ഡിയുടെ തീരുമാനത്തിലേക്ക് വിടുകയാണ്. അല്ലെങ്കിൽ അത്തരം നിലപാടുകൾ ഇനി വരുന്ന മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്താണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഉമേഷ്, ഈ കേസിലെ ഏറ്റവും പ്രധാനമായ ഒരു സംഭവം ആദ്യമായി കേരളത്തിലൊരു ക്കെതിരെ സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച കേസെടുക്കുന്നു. അതിൽ സാമ്പത്തികം കണ്ടുകെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് CPM-നെതിരെ ഉള്ള ഇ ഡി നടപടിയാണ്. ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് 77 ലക്ഷം രൂപയുടെ ഇടപാടുമായി ബന്ധപ്പെട്ടതാണ് ഇത്തരത്തിലൊരു നടപടി വരുന്നത്. അത് പാർട്ടി ഓഫീസിനായി ഭൂമി കണ്ടെത്തിയതിലടക്കമുള്ള ക്രമക്കേടുകൾ അതിൽ കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറിമാരെ ചോദ്യം ചെയ്യുന്നത്. അതിൽ മുൻ മന്ത്രി കൂടിയായ AC മൊയ്തീനെയും അതോടൊപ്പം തന്നെ MM വർഗീസിനെയും നേരത്തെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ 2 തവണ സമൻസ് അയച്ചിട്ടും കൃത്യമായ ഒരു മറുപടിയോ ഇല്ലെങ്കിൽ ഈ ചോദ്യം ചെയ്യലിന് ഹാജരാവാനുള്ള ഒരു സമീപനമോ മുൻ മന്ത്രി കൂടിയായ രാധാകൃഷ്ണനിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ലോക്സഭാ സമ്മേളനം നടക്കുന്നു, അത് കഴിഞ്ഞാൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്നു എന്നതാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏപ്രിൽ 7 ശേഷമേ ഹാജരാകാൻ പറ്റൂ എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. ഇതേ സാഹചര്യത്തിൽ മാർച്ച് അവസാന വാരം തന്നെ 2ാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കാനായിരുന്നു ഇ ഡിയുടെ നീക്കം. ഈ നീക്കത്തിന് വലിയ തിരിച്ചടിയാണ് എം പിയുടെ സമീപനം. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ ഇനി മുന്നോട്ട് പോകണമെന്ന ഒരു ആശങ്കയാണ് ഇ ഡിയുടെ ഭാഗത്തു നിന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അഡീഷണൽ ഡയറക്ടർക്ക് കത്ത് നൽകിയത്. 3 തീരുമാനങ്ങളാണ് അതിൽ കൈക്കൊള്ളാനാവുക. ഒന്ന്, മൊഴിയെടുക്കാതെ തന്നെ 2ാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുക, ഇല്ലെങ്കിൽ മൊഴിയെടുക്കുന്നതിനായി കാത്തു നിൽക്കുക, അതല്ലെങ്കിൽ ചോദ്യാവലി അയച്ചു കൊടുത്തുകൊണ്ട് അതിന് മറുപടി സ്വീകരിക്കുക. ഈ 3-ൽ ഏത് തീരുമാനം ഉണ്ടാവണമെന്നത് ഇനിയും ഡൽഹിയിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. അതിന് കാത്തിരിക്കുകയാണ് കൊച്ചിയിലെ ഇ ഡി. എന്തായാലും കെ രാധാകൃഷ്ണൻ ഏറെ നിർണായകമാണ്. ഇ ഡി എന്ത് നിലപാട് സ്വീകരിച്ചാലും കുറ്റപത്രത്തിൽ ഇനി കെ രാധാകൃഷ്ണന്റെ പേര് എഴുതി ചേർക്കുമോ അല്ലെങ്കിൽ നടപടികളിലേക്ക് ഇ ഡി കടക്കുമെന്നതൊക്കെ ഇനി അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും സുധീഷ് ഗോപാലാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് ഇനി മറ്റു വാർത്തകൾ നോക്കിയാൽ ക്യൂബ, ഹെയ്ത്തി, വെനിസ്വല, നിക്കരാഗ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് അമേരിക്കയിൽ തുടരാനുള്ള അനുമതി റദ്ദാക്കാൻ ട്രംപ്. പ്രത്യേക പദ്ധതി വഴി ബൈഡൻ ഭരണകൂടകാലത്ത് അമേരിക്കയിൽ എത്തിയവരാണിവർ. അധികാരത്തിലെത്തിയ നിമിഷം ഡൊണാൾഡ് ട്രംപ് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് നൽകിയിരുന്ന പ്രത്യേക സ്പോൺസർഷിപ്പ് പദ്ധതി സൈപ്പൻഡ് എന്നിവ റദ്ദ് ചെയ്തിരുന്നു. ഇത്തരത്തിൽ അമേരിക്കയിൽ എത്തിയ 5,30,000 പേർക്ക് താൽക്കാലികമായി അനുമതി നൽകിയിരുന്നു. ഈ അനുമതിയാണിപ്പോൾ റദ്ദാക്കുന്നത്. വൈദ്യുതി നിലച്ചതിനെ തുടർന്ന് അടച്ചിട്ട ഹിത്രൂ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. ഭാഗികമായാണ് പ്രവർത്തനം ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത്. അടുത്ത ദിവസത്തോടെ പൂർണ്ണതോതിൽ പ്രവർത്തനം തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. വിമാനത്താവളത്തിന്റെ സബ്സ്റ്റേഷനിൽ തീപിടുന്നത് സംബന്ധിച്ച് തീവ്രവാദ പ്രതിരോധ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടത് 2 ലക്ഷത്തോളം യാത്രക്കാരെ ബാധിച്ചുവെന്നാണ് റിപ്പോർട്ട്. IPL 18ാം സീസണിൽ ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ എതിരെ ഇറങ്ങും. മത്സരം ഇന്ന് വൈകിട്ട് 7:30 ഈഡൻ ഗാർഡൻസിലാണ്. വിവരങ്ങളുമായി കൃഷ്ണരാജ് ചേരുന്നുണ്ട്. കൃഷ്ണരാജ്, IPL-ന്റെ ഒരു കാലത്തിന് തുടക്കമാവുകയാണ്. എങ്കും ആവേശമാണ്. റെക്കോർഡ് വേഗത്തിൽ ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്ത് പോയി എന്നാണ് സോഷ്യൽ മീഡിയയൊക്കെ ആഘോഷമാക്കുന്നത്. ഇന്നിപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ പോരാട്ടം ഈഡൻ ഗാർഡൻസിൽ ഇന്ന് വൈകിട്ട് 7:30. എന്തൊക്കെയാണ് മത്സരവിശേഷങ്ങൾ കൃഷ്ണരാജ്? ഉമേഷ്, വളരെ വലിയൊരു ആവേശകരമായ സീസണിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ. പക്ഷേ
കൊൽക്കത്തയിലെ ആരാധകർക്ക് IPL പ്രേമികൾക്ക് ആശ്വാസ വാർത്തയല്ല വരുന്നത്. കാരണം ഓറഞ്ച് അലർട്ടാണ് കൊൽക്കത്തയിൽ. ഈ സ്റ്റേഡിയം ഉൾപ്പെടുന്ന പ്രദേശത്ത് ഓറഞ്ച് അലർട്ടാണ്. കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് അറിയുന്നു. മാത്രമല്ല ഇടിമിന്നലോടുകൂടിയ മഴ, ശക്തമായ കാറ്റ് ഇതൊക്കെ പ്രവചിക്കുന്നുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ ആശങ്കയിലാണ് ആരാധകർ. പക്ഷേ മഴയൊക്കെ മാറി കൊൽക്കത്തയും ബാംഗ്ലൂരും തമ്മിലുള്ള മത്സരം നടക്കും എന്ന പ്രതീക്ഷ അവർ മാറ്റിവെക്കുന്നില്ല. കാരണം ആവേശ പോരാട്ടമാണ് അവിടെ. രണ്ട് പുതിയ നായകന്മാർ അജിങ്ക്യ രഹാനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നയിക്കുമ്പോൾ രജിത് പട്ടീദാർ എന്ന പുതുമുഖം എന്ന് വെച്ചാൽ ക്യാപ്റ്റനായ ഒരു പുതുമുഖ താരമാണ് മറുവശത്ത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ക്യാപ്റ്റനായി വരുന്നത്. ഒരു വശത്ത് രഹാനെയും നരേനും ഡീകോക്കും റസലും വെങ്കടേഷ് അയ്യറും റിങ്കു സിംഗും ഹർഷിത് റാണയും വരുൺ ചക്രവർത്തിയും അടങ്ങുന്ന കരുത്തുറ്റ നിരയാണ് കൊൽക്കത്തയുടേത്. മറുവശത്ത് ഇതുവരെയും മികച്ച ടീമായിട്ടും കപ്പ് നേടാൻ കഴിഞ്ഞില്ലെന്ന നിരാശയുള്ള ബാംഗ്ലൂരിന് ഒരു പുതിയ ക്യാപ്റ്റൻ വരുന്നു. അപ്രതീക്ഷിതമായൊരു ക്യാപ്റ്റൻ. അവിടെ വിരാട് കോഹ്ലി എന്ന കരുത്തനായ താരം, ഫിൽ സാൾട്ട് ഉണ്ട്, ലിവിങ്സ്റ്റൺ ഉണ്ട്, ദേവദത്ത് പടിക്കലുണ്ട്, കൃണാൽ പാണ്ഡ്യയുണ്ട്, ഭുവനേശ്വർ കുമാറുണ്ട്, ഹേസൽവുഡ് ഉണ്ട്. അങ്ങനെ കരുത്തുറ്റ രണ്ട് നിരകൾ നേർക്കുനേറെത്തുമ്പോൾ വിജയമാർക്കെന്ന് പ്രവചിക്കുക അസാധ്യമാണ്. പക്ഷേ ബംഗളൂരുവിന് ഒരു മികച്ച തുടക്കം നേടിയേ തീരൂ. മറുവശത്ത് മഴ വലിയ ആശങ്കപ്പെടുത്തുന്നുണ്ട് കൊൽക്കത്ത ആരാധകരെ. പ്രത്യേകിച്ചും കൊൽക്കത്തയിലാണല്ലോ മത്സരം. അതിന്റെ ആനുകൂല്യം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഉമേഷ്. യെസ്, കൃഷ്ണരാജാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഇതോടെ പുത്തമ്പുള്ളി പൂർത്തിയാകുകയാണ്. പുത്തമ്പുള്ളി തുടങ്ങിയ സമയം മുതൽ നമ്മുടെ യൂട്യൂബിൽ ഇങ്ങനെ നിരന്തരമായി വന്നിരുന്ന ഒരു കമൻറ്റാണ്. നമ്മുടെ സ്ഥിരം പ്രേക്ഷക ഉഷാ നെല്ലൂർ അവരുടെ പിറന്നാളാണ് എന്ന ഇക്കാര്യത്തിൽ യൂട്യൂബ് കമൻറ്റ് മാത്രമാണ് നമുക്ക് ആധികാരികമായി കയ്യിലുള്ളത്. എന്നാൽ പോലും നിരന്തരം നമ്മുടെ എല്ലാ വാർത്തയിലും വന്ന അവതാരകർക്ക്, റിപ്പോർട്ടർമാർക്ക് പിന്തുണ നൽകുന്ന ഉഷാ നെല്ലൂരിൻ്റെ പിറന്നാളാണ് എന്ന് യൂട്യൂബ് കമൻറ്റിലൂടെ മനസ്സിലാക്കുന്നു. എന്തായാലും അങ്ങനെയാണെങ്കിൽ നല്ലൊരു പിറന്നാൾ ആശംസിക്കുന്നു. ആയുരാരോഗ്യ സൗഖ്യങ്ങളോടെ ഇനിയും ഒരുപാട് കാലം ഞങ്ങളെയൊക്കെ പിന്തുണച്ച് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം എല്ലാ പ്രേക്ഷകർക്കും നന്ദി. പുത്തമ്പുലരി പൂർത്തിയാവുന്നു. നമസ്തേ.